കേരള മണ്ണിൽ മുജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ച മഹത്തായ ഒരു ദൗത്യമുണ്ട്. ഇന്നലകളിൽ ലോകത്തിൻ്റെ വ്യത്യസ്ത കോണുകളിൽ കഴിഞ്ഞുപോയ അഹ്ലുസുന്നയുടെ വാഗ്ദാക്കൾ അതതു കാലഘട്ടങ്ങളിൽ നിർവഹിച്ച മഹത്തായ ദൗത്യം കാലോചിതമായി ഏറ്റെടുത്തുകൊണ്ട് ഇനിയൊരു പ്രവാചകൻ കടന്നു വരാനില്ലാത്ത വിധം പൂർത്തിയാക്കിയ അള്ളാഹുവിൻ്റെ മതം ദീനുൽ ഇസ്ലാം, അതിന് കേടുവരുത്താൻ ഇറങ്ങിയ ആളുകൾ, വിശുദ്ധ ദീനിൻ്റെ ആശയതലങ്ങളെ കോട്ടിമാട്ടാൻ ഇറങ്ങിത്തിരിച്ച ആളുകൾ, അവർക്കെതിരെ വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും യഥാർത്ഥ ആശയതലങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രബോധനം ചെയ്ത് സമൂഹത്തെ സമുദ്ധരിക്കുക എന്ന ഏതു കാലഘട്ടത്തിലും വിശ്വാസികൾ നിർവഹിക്കേണ്ട ദൗത്യമാണ് കേരള മണ്ണിൽ മുജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏതു കാലഘട്ടങ്ങളിലും ഈ ദൗത്യം നിർവഹിക്കുന്നവർ നേരിടേണ്ടി വരുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, പ്രതിസന്ധികളുണ്ടോ, ആ പ്രതിസന്ധികൾ മുഴുവനും നേരിട്ടുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെ പ്രവർത്തിച്ചു പോകുന്നത്. സ്വാഭാവികമായി ഇസ്ലാമിക ദഅ്വാ പ്രവർത്തനങ്ങൾ നടക്കുന്നിടത്ത് പ്രതിരോധമുണ്ടാവുക എന്നുള്ളത് ഏതു കാലഘട്ടത്തിലും സ്വാഭാവികമായും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അമ്പിയാക്കൾ കടന്നു വന്നപ്പോൾ പോലും ഏകപക്ഷീയമായൊരു പ്രബോധന പ്രവർത്തനം നടത്തിപ്പോയ ഒരു നബിയും ലോകത്ത് കഴിഞ്ഞുപോയിട്ടില്ല. അമ്പിയാക്കൾക്കെതിരെ രംഗത്ത് വന്ന ആളുകൾ പ്രവാചകന്മാർക്കെതിരെ എക്കാലഘട്ടത്തിലും ആരോപിച്ച ഒരു ആരോപണം, ഇവർ നമ്മുടെ നാടിന് ദോഷമാണ്, ഇവർ രാജ്യദ്രോഹികളാണ്, ഇവർ നമ്മുടെ പാരമ്പര്യത്തിനെതിരാണ്, ഇവർ നാട്ടിലെ കുഴപ്പക്കാരാണ്, അതുകൊണ്ട് ഇവരെ ഇല്ലാതാക്കണം എന്ന ആഹ്വാനവുമായി ഏതു കാലഘട്ടത്തിലും പ്രവാചക എതിരാളികൾ രംഗത്ത് വന്ന ചരിത്രം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ജനിച്ച നാട്ടിൽ മരിച്ചു വീണ പ്രവാചകന്മാർ തുലവും തുച്ഛമാണ്. നാട് വിട്ടുപോയി, ഹിജ്റ പോയി, മറ്റു ദേശങ്ങളിൽ മരിച്ചു വീണ പ്രവാചകന്മാരെയാണ് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകന്മാരെ പിൻപറ്റുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ നേരിടേണ്ടി വരിക എന്നുള്ളത് ചരിത്രത്തിൻ്റെ തനിയാവർത്തനമായി നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇന്നലകളിൽ കേരള മണ്ണിലേക്ക് കടന്നുകയറിയ ശീഇസത്തിൻ്റെ വാഗ്ദാക്കൾ അഹ്ലുസുന്നയുടെ മൂടുപടം ഇട്ടുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് വിശ്വാസപരമായും ആചാരപരമായും അനുഷ്ഠാനപരമായും വ്യത്യസ്തങ്ങളായ തരീഖത്ത് പ്രസ്ഥാനങ്ങളിലൂടെ നയിച്ചു കൊണ്ടുപോയ കാലഘട്ടത്തിൽ വിശുദ്ധ ദീനിൻ്റെ സുന്ദരമായ ആശയതലങ്ങളെ പ്രമാണബന്ധിതമായി സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുക എന്ന മഹത്തായ ഏറ്റെടുത്തുകൊണ്ടാണ് ഇസ്ലാഹി പണ്ഡിതന്മാർ രംഗത്തു വന്നത്. ആ പണ്ഡിതന്മാർക്കെതിരെ സംഘടിച്ചു വന്ന ഒരു സംഘടനയുടെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. കേരളത്തിൽ ആദ്യമായി ഉണ്ടായ പണ്ഡിത സംഘടനയുടെ പേര് കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നതാണെങ്കിൽ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അതിൻ്റെ മുന്നിൽ സമസ്ത എന്ന പേരെഴുതി ചേർത്തുകൊണ്ട് രംഗത്ത് വന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ
പക്ഷെ ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സന്തോഷമുള്ള ഒരു ഈ സംഘടനയെ സംബന്ധിച്ച്, ഈ സംഘത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഈ സംഘത്തെ സംബന്ധിച്ച്, ഈ സംഘടനയെ സംബന്ധിച്ച് ഇതിൽ വിശദീകരിക്കുന്നത് ഇവരുടെ മേൽ അഥവാ പറയുന്ന സംഘത്തിന്റെ മേൽ, സംഘടനയുടെ പേരിൽ അള്ളാഹുവിൻ്റെ, റബ്ബിൻ്റെ, പടച്ചവന്റെ മഖ്ത് എന്ന് പറഞ്ഞാൽ വെറുപ്പ്, കോപം ഇറങ്ങിക്കഴിഞ്ഞു എന്നാ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ മഖ്ത്തിന് അഥവാ അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമായ ഒരു സംഘമാണ്, ഒരു സംഘടനയാണ് ഈ സംഘടന. അതുകൊണ്ടാണ് പരസ്പരം വിദ്വേഷത്തിൽ, അവർ കലഹത്തിൽ അകപ്പെട്ടു പോയത്. നമുക്കറിയാം, സാധാരണ സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം മുജാഹിദുകൾ ഇങ്ങനെ പിളർന്നു എന്നിങ്ങനെ പറഞ്ഞടക്കലാണ്. എന്നാൽ സമസ്ത എന്ന് പറയുന്ന സംഘടനയെ 1000 വിഭാഗങ്ങളായി അവർ ഭിന്നിച്ച് തകർന്നു പോകാൻ കാരണം അള്ളാഹുവിൻ്റെ മഖ്ത് അവരിൽ ഇറങ്ങിയതാണ് എന്നാണ് ശംസുൽ ഉലമ അറബിക്കവിതയിലൂടെ പറയുന്നത്. അതിൻ്റെ അവസാനത്തെ പിളർപ്പിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഇവിടെ പരിപാടി നടത്തിയ ആളുകൾ. ഞങ്ങൾക്കത് മനസ്സിലാകും എന്തിനാണ് ഇപ്പോൾ മുജാഹിദുകൾക്കെതിരെ ഒരു പരിപാടിയുമായി ഇവർ രംഗത്തിറങ്ങിയത്. അഥവാ നിലവിലെ സമസ്തയിലെ ഷജറകൾ എന്നറിയപ്പെടുന്ന ഒരു സംഘം, ഒരു മുന്നണി. അവർക്ക് ചില കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്, അവർക്ക് ചില കാര്യങ്ങൾ ഇവിടെ സമൂഹത്തോട് ബോധ്യപ്പെടുത്താനുണ്ട്. അപ്പൊ മുജാഹിദുകൾക്കെതിരെ ഞങ്ങൾ ഇതാ രംഗത്ത് വരുന്നു എന്ന് പറഞ്ഞ മറവിൽ ഷജറകളുടെ ചില താല്പര്യങ്ങൾ അത് അവർ ഉദ്ദേശിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. അപ്പോൾ ഈ ഷജറ എന്ന് പറയുന്ന വിഭാഗവും യഥാർത്ഥത്തിൽ കീഴനോരുടെ നിരീക്ഷണപ്രകാരം അള്ളാഹുവിൻ്റെ, റബ്ബിൻ്റെ മഖ്ത്തിന്റെ ഭാഗമാണ്, കോപത്തിന്റെ ഭാഗമാണ് എന്നാണ്. എന്നു മാത്രമല്ല, ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ കുറിച്ച് പറഞ്ഞതാണെന്ന് എവിടുന്നാ മൗലവി കിട്ടിയത്? അതിലെങ്ങനെ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തൊട്ടടുത്ത വാചകം ഇൽമുൻ അദാനുൻ ജുമുഅത്തുൻ വജമാഅത്തുൻ മർഫൂഅത്തുൻ ബിസമസ്ത കേരള ജംഇയ്യ. ഇൽമ്, അറിവ്, അതുപോലെ തന്നെ ബാങ്ക്, ജുമുഅ, ജമാഅത്ത്, ഇങ്ങനെ ദീനിന്റെ അടിസ്ഥാനങ്ങൾ മുഴുവനും മർഫൂഅത്തുൻ ബിസമസ്ത കേരള ജംഇയ്യ, സമസ്ത കേരള ജംഇയ്യ എന്ന് പറയുന്ന ഈ സംഘടനയെ കൊണ്ട് ഉയർത്തപ്പെട്ടു പോയി എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, കേരളത്തിൽ ജീവിച്ച ഇവരെ അറിയുന്ന ഷാഫി മദ്ഹബിലെ കിതാബുകളിൽ അവഗാഹമുള്ള, അത് നന്നായി പഠിച്ച, സമസ്തയിലെ പല പണ്ഡിതന്മാർക്കും കിതാബ് ഓതി കൊടുത്ത കീഴന, അദ്ദേഹം വളരെ കൃത്യമായി ഈ സംഘടനയെ അല്ലെങ്കിൽ ഈ സമസ്ത എന്ന് പറയുന്ന സംഘടനയെ വിലയിരുത്തിക്കൊണ്ട് എഴുതിയ വാചകമാണ്. ഈ സംഘത്തെ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞ വാചകമാണ്, വരികളാണ്. എങ്കിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ മഖ്ത്തിന് അഥവാ അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമായി എന്ന് പറയുന്ന സംഘം ഈ അടുത്ത ദിവസങ്ങളിൽ പുതിയൊരു പ്രശ്നമുണ്ടാക്കി, പ്രതിസന്ധി ഉണ്ടാക്കി. ആ പ്രതിസന്ധി എന്താണ് എന്ന് ചോദിച്ചാൽ, മഹാനായ KM മൗലവി നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ മുസ്ലിം നവോത്ഥാന ചരിത്രത്തിൽ ഏറ്റവും ശക്തമായ ഇടപെടലുകൾ നടത്തിയ വലിയ ഒരു പണ്ഡിതനാണ് KM മൗലവി.
വാഴക്കാട് ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ദറസിൽ നിന്ന് ഓതിപ്പടിച്ച് കിതാബ് ഓതിപ്പടിച്ച് ഷാഫി മദ്ഹബിൽ അവഗാഹം നേടിയ ആ കാലഘട്ടത്തിൽ തന്നെ കാത്തിബ് എന്ന പേരിൽ അറിയപ്പെട്ട മുസ്ലിം നവോത്ഥാന ചരിത്രത്തിലെ പ്രധാന ഒരാളായി എണ്ണപ്പെടുന്ന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ആ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ശിഷ്യഗണങ്ങളിൽ നമുക്കറിയാം ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിരുന്നു. സമസ്തയിലെ തന്നെ വലിയ നേതാക്കൾ അവർ ചാലകത്തിന്റെ ദറസിലുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വലിയ പണ്ഡിതനാണ് കെ മൗലവി. അദ്ദേഹം പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ശിഷ്യനായിരിക്കുമ്പോൾ തന്നെ തൻ്റെ ഉസ്താദിൽ നിന്ന് കിട്ടുന്ന അറിവുകളെ കൃത്യമായി എഴുതാനും രേഖപ്പെടുത്താനുമൊക്കെ കഴിയുന്ന ഒരു വിദ്യാർത്ഥി ആയതുകൊണ്ട് തന്നെ കാത്തിബ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു. ആ കെ മൗലവി സാഹിബ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇടപെട്ട് സംസാരിച്ചു, ഇടപെട്ട് പ്രവർത്തിച്ചു. ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ നോട്ടപ്പുള്ളിയായി. സ്വന്തം നാട്ടിൽ നിൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ടായി. അദ്ദേഹം കൊടുങ്ങല്ലൂരിന്റെ മണ്ണിലേക്ക് പോയി. ഈ കെ മൗലവി സാഹിബ് നമുക്കറിയാം ഒരേ സമയത്ത് നവോത്ഥാന അഥവാ ഇസ്ലാഹിന്റെ മുസ്ലിം സമൂഹത്തിന്റെ സമുദ്ധാരണത്തിന്റെ മേഖലകളിൽ ഇടപെട്ട് പ്രവർത്തിച്ചതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് സാമൂഹികമായി ഇടപെടേണ്ട രാഷ്ട്രീയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി അതിൻ്റെ മുന്നണി പോരാളിയായും പ്രവർത്തിച്ചു പോന്നു. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ അതിൻ്റെ നേതൃതലത്തിൽ നിന്നുകൊണ്ട് കെ മൗലവി സാഹിബ് പ്രവർത്തിച്ചു പോയി. അന്ന് ഇന്നത്തെ സമസ്തയുടെ നേതാക്കളെക്കാളും ആദർശബോധവും സംഘടനാബോധവും ഒക്കെയുള്ള തങ്ങന്മാരും നേതാക്കളുമൊക്കെ മുസ്ലിം ലീഗിലുമുണ്ടായിരുന്നു. സാമുദായിക പ്രശ്നങ്ങളിൽ, സമൂഹത്തിന്റെ പ്രശ്നങ്ങളിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരേ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും അതേസമയം തന്നെ ആദർശ വിഷയങ്ങൾ പരസ്പരം കൈകാര്യം ചെയ്തുകൊണ്ട് അതിൻ്റെതായ നിലയിൽ വിശദീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നൊരു ശൈലി ഇന്നലകളിൽ കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇപ്പോൾ ഷജറകൾ രൂപപ്പെട്ടു. ഷജറകൾ രൂപപ്പെട്ടു എന്ന് പറയുമ്പോൾ പല ആളുകളും ചോദിക്കുന്നത് എന്താണ് ഈ ഷജറ എന്ന് പറഞ്ഞാൽ? ഷജറകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചില ആളുകൾ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞിട്ടില്ല പല ആളുകളും. ഏതാനും വർഷങ്ങളായി സമസ്ത എന്ന് പറയുന്ന സംഘടനയിൽ ഇടപെടുകയും അതിൽ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുകയും മുസ്ലിം വോട്ടുകൾ പോലും ഭിന്നിപ്പിച്ചുകൊണ്ട് തങ്ങളുടേതായ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കി എടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കുറച്ച് വെള്ളാപ്പള്ളി നയം സ്വീകരിച്ച ആളുകൾ. അവരാണ് കഴിഞ്ഞ ഇലക്ഷനിൽ ചില സ്ഥാനാർത്ഥികൾക്കെതിരെ ഭീഷണി മുഴക്കി രംഗത്തു വന്നത്. കാണിച്ചു തരാം എന്ന മട്ടിൽ, നിങ്ങളെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ഭൂരിപക്ഷം കുറക്കുമെന്നൊക്കെ വാദിച്ചുകൊണ്ട് ഗീർവാണങ്ങൾ മുഴക്കി ഒരു സംഘം ആളുകൾ രംഗത്തു വന്നത് നമ്മൾ കണ്ടു. പക്ഷെ സംഭവിച്ചത് ഷജറകൾ കരുതിയതിൻ്റെ അപ്പുറത്താണ്. അവർ വിചാരിച്ചതിൻ്റെ എത്രയോ ഇരട്ടി ഭൂരിപക്ഷത്തിൽ ഇവർ ടാർഗറ്റ് ചെയ്ത സ്ഥാനാർത്ഥികൾ വിജയിച്ചതോടെ ഇളിഭ്യരായി മാറി യഥാർത്ഥത്തിൽ ഈ സമസ്തയിലെ ഒരു സംഘം ആളുകൾ. ഈ ഘട്ടങ്ങളിൽ അവർ എടുത്തുപയോഗിച്ച ഒരു ആയുധമാണ് യഥാർത്ഥത്തിൽ കെ മൗലവി. ആ കെ മൗലവിയെ എടുത്തുദ്ധരിച്ചുകൊണ്ട് അവർ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, കെ എം മൗലവി എന്ന് പറയുന്ന ആള് വർഗീയവാദിയാണ്, ഇന്ത്യൻ മതേതരത്വത്തിന് യോജിക്കാത്ത നിലപാടുകൾ സ്വീകരിച്ചയാളാണ് കെ മൗലവി എന്ന് പറഞ്ഞുകൊണ്ട് കെ എം മൗലവിയുടെ ഒരു കത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ചില ആളുകൾ രംഗത്ത് വന്നത്.
നിങ്ങൾ മനസ്സിലാക്കണം, സാമൂഹിക പരിസരം മനസ്സിലാക്കാതെ ഒരു കത്ത് അത് അസ്ഥാനത്തുദ്ധരിച്ച് സമൂഹത്തിന്റെ മുന്നിൽ മുസ്ലിം സമൂഹത്തെ തന്നെ മോശമായി ചിത്രീകരിക്കുന്ന രൂപത്തിൽ വിവരണം നടത്തി വർഗീയമായി ഈ സമൂഹത്തെ വേർതിരിക്കാവുന്ന തരത്തിലുള്ള സംസാരങ്ങളും പ്രഭാഷണങ്ങളും പരസ്യമായി കടപ്പുറത്തടക്കം ആളെ കൂട്ടി പ്രസംഗിച്ചു. സാധാരണ പറയാറുണ്ട്, സ്വന്തം മകൻ മരിച്ചിട്ടാണെങ്കിലും മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന ചില അമ്മായിയമ്മമാരുടെ മാനസികാവസ്ഥയിലേക്ക് ഇവർ മാറി. ഇതിന് കത്തുയർത്തിപ്പിടിച്ചു. ഇവർ വിചാരിച്ചത് ഈ കത്തൊക്കെ ഇങ്ങനെ കാണിച്ചാൽ രണ്ടും ശരിയാക്കാം, മുജാഹിദുകളെയും ശരിയാക്കാം, ഞങ്ങൾക്ക് ഇതിനുള്ളിലും ഒരു തിരിപ്പുണ്ടാക്കാം എന്നാണ് ഈ സാധുക്കൾ വിചാരിച്ചത്. നാം മനസ്സിലാക്കണം. പക്ഷേ സംഭവിച്ചത്, അവർ ഉന്നയിച്ച ഈ ആരോപണം, ഈ ആക്ഷേപം ഒരു ബൂമറാങ് പോലെ അവർക്ക് തിരിച്ചടിച്ചു എന്നുള്ളതാണ്. ഞാനിത് ആമുഖമായി ഇവിടെ വിശദീകരിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ വന്നും പഴയ ആ ഉഷാറൊന്നുമില്ലെങ്കിലും, പഴയ ആ ഒരു ഗൗരവവും ശൂര്യവും ഒന്നുമില്ലെങ്കിലും, ഇവിടെ വന്നുകൊണ്ട് എങ്ങനെങ്കിലും അതൊന്ന് ന്യായീകരിച്ചു പോകാം എന്നാണ് സമസ്തയുടെ നേതാവായ സത്താർ പന്തല്ലൂർ എന്ന് പറയുന്ന ആള് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ആമുഖമായി നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമാണല്ലോ, അത് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നമാണല്ലോ. കേവലം എന്തെങ്കിലും പറഞ്ഞു പോകേണ്ട ഒരു കാര്യമല്ലല്ലോ, നേരെ മറിച്ച് ആ വിഷയം പരിഹരിക്കണമല്ലോ. അതുകൊണ്ടാണ് സമസ്തയുടെ ഔദ്യോഗിക നേതാവായ സത്താർ പന്തല്ലൂരിന് അദ്ദേഹത്തെ പരസ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മളൊരു പോസ്റ്റർ ഇറക്കിയത്. ഈ വിഷയം കൈകാര്യം ചെയ്യാൻ യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ വലിയ പണ്ഡിതന്മാരുടെ ഒന്നും ആവശ്യമില്ല. ഞങ്ങളുടെ കീഴിൽ ഞങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മക്കളുണ്ട്. അവരുടെയെങ്കിലും മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ സത്താർ പന്തല്ലൂർ എന്ന് പറയുന്ന വ്യക്തിയെ ഞങ്ങൾ സ്വാഗതം ചെയ്തത്. ഇനി അതല്ല, അദ്ദേഹത്തിന് തണ്ടി പോരാ, സിഫത്തൊത്തവർ വേണം എന്ന് അദ്ദേഹം വാശി പിടിച്ചാൽ സിഫത്തൊത്തയാളുകൾ, അദ്ദേഹം പറയുന്ന സിഫത്തൊത്തയാളുകൾ അദ്ദേഹത്തിന്റെ മുന്നിൽ വരും. കേരളത്തിൽ കുറച്ചു മാസങ്ങളായി ഇതുമായി നിങ്ങൾ ഈ കത്തുമായി ഊരു ചുറ്റുന്നുണ്ടല്ലോ. കടപ്പുറം സമ്മേളനത്തിലടക്കം ഇത് വിളിച്ചു പറഞ്ഞുവല്ലോ, ഇത് പ്രഖ്യാപിച്ചുവല്ലോ നിങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്, KM മൗലവിയുടെ കത്തുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞ ആ ബുക്കുമായി നിങ്ങൾ വരിക. അത് മലയാളം ബുക്കാണ്, അത് മലയാളത്തിലെ ബുക്കാണ്. KM മൗലവിയുടെ ജീവചരിത്രം KK മുഹമ്മദ് അബ്ദുൽ കരീം സാഹിബ് എഴുതിയ ആ പുസ്തകവും ആ പുസ്തകത്തിലെ കത്തുമായി നിങ്ങൾ വരിക. മറുഭാഗത്ത് അതേ സ്റ്റേജിൽ ഞങ്ങളും വരാൻ തയ്യാറാണ്. 80കളിൽ കൊട്ടപ്പുറത്ത് നടന്ന വാദപ്രതിവാദമാണ് ഒരേ സ്റ്റേജിൽ സമസ്തക്കാരും അതുപോലെ തന്നെ മുജാഹിദ് പണ്ഡിതന്മാരും അണിനിരുന്നത്. അതിന് സമാനമായി ഒരുപാട് വ്യാഖ്യാന വിശദീകരണ വാചക കസർത്തൊന്നുമില്ല. നിങ്ങൾ KM മൗലവിയുടെ മലയാള ബുക്ക് വായിക്കുക, ഞങ്ങൾ തുഹഫ വായിക്കാം. ഷാഫി മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥമായ തുഹ്ഫത്തുൽ മുഹ്താജ് ഇത് ഞങ്ങൾ വായിക്കും. ഇതിൽ പറയാത്തൊരു കാര്യം KM മൗലവിയുടെ പുസ്തകത്തിലുണ്ടോ? ഈ തുഹ്ഫത്തുൽ മുഹ്താജിലും അതുപോലെ തന്നെ ശർവാനിയിലും ഇല്ലാത്ത വാചകം KM മൗലവിയുടെ പുസ്തകത്തിലുണ്ടോ? അതാണ് ആധികാരികമായി മുജാഹിദ് പ്രസ്ഥാനം, ആ പ്രസ്ഥാനം സത്താർ പന്തല്ലൂർ അടക്കമുള്ള സമസ്തയുടെ നേതാക്കളെ വളരെ ശക്തിയുക്തം ആധികാരികമായി മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടെ നിങ്ങളെ ക്ഷണിച്ചത്. നിങ്ങൾ വരൂ, വായിക്കൂ ഞങ്ങളുടെ മുന്നിൽ നിന്ന്.
നിങ്ങളുടെ ഉദ്ദേശമൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ കളിക്കുന്നത് ആള് മാറിയ കളിക്കണേ. നിങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത് എന്താണെന്നുള്ളതും ഞങ്ങൾക്കറിയാം. പക്ഷേ ആ ലക്ഷ്യം നിങ്ങൾ നേടില്ല. അതിനുള്ള ആയുധം നിങ്ങളുടെ കയ്യിലില്ല. ഇതിന്നും ഇന്നലെ തുടങ്ങിയതല്ലോ. ചേളാരി സമസ്തക്കാരുടെ ആലയത്തിന്റെ മുന്നിൽ, ആസ്ഥാനത്തിന്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പരസ്യമായി മുജാഹിദ് പ്രസ്ഥാനം ക്ഷണിച്ചതാണ്. എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് പറയുന്നതല്ല. ചേളാരിയിൽ നമ്മൾ പോയി സമസ്താലയത്തിന്റെ സമീപത്ത് നിന്നുകൊണ്ട് വളരെ ശക്തമായി ആവശ്യപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ഈ കത്തുമായി ഊരു ചുറ്റുമ്പോ സ്വാഭാവികമായും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റാണ് എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ, വാദിക്കുന്നുവെങ്കിൽ, സമർത്ഥിക്കുന്നുവെങ്കിൽ, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആ വിഷയം ഒന്ന് കൈകാര്യം ചെയ്യണ്ടേ? അതിന് ശാഫി മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥമായ ഹിജ്റ 974 മരണപ്പെട്ട ഇബ്നു ഹജർ ഹൈതമിയുടെ കിതാബായ തുഹ്ഫത്തുൽ മുഹ്താജ്, അത് വെച്ചുകൊണ്ട് KM മൗലവി അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ പറഞ്ഞ പരാമർശങ്ങളും ഒന്ന് തുലനം ചെയ്ത് വായിച്ചു പരസ്യമായി എല്ലാവരും കേട്ടോട്ടെ. ഒരു ഭാഗം മാത്രമല്ലല്ലോ കേൾക്കേണ്ടത്, രണ്ടും കേൾക്കണ്ടേ? എവിടുന്നാണ് മൗലവിക്ക് ആശയം കിട്ടിയത്? വളരെ കൃത്യമായി നമ്മൾ പറഞ്ഞു. മൗലവി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സമസ്തക്കാർ ഇന്ന് പഠിക്കുന്ന, അവരുടെ പള്ളി ദർസുകളിൽ പഠിപ്പിക്കുന്ന കിതാബുകൾ സമസ്ത എന്ന് പറയുന്ന സംഘടന ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ ഉസ്താദുമാരുടെ മുന്നിലിരുന്നു പഠിച്ച, കുത്തുബിയെ പോലെയുള്ള ആളുകളോടൊപ്പം ഇരുന്നു കൊണ്ട് പഠിച്ച വ്യക്തിയാണ് മൗലവി. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ എഴുത്തുകുത്തുകളിൽ താൻ പഠിച്ച കിതാബിലെ ഉദ്ധരണികൾ കടന്നു വരും. ശാഫി മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥങ്ങൾ പഠിച്ച മനുഷ്യനാണ് മൗലവി. ആ മൗലവിയുടെ എഴുത്തുകുത്തുകളിൽ അദ്ദേഹം പഠിച്ച കിതാബിലുള്ള കാര്യങ്ങൾ എഴുതി കടന്നു വരാം, അല്ലെങ്കിൽ അത് രേഖപ്പെടുത്തപ്പെടാം. അങ്ങനൊന്നില്ല, ആ കിതാബിലില്ല എന്ന് പറയാൻ ഈ സമസ്ത വിഭാഗത്തിന് സാധിക്കുമോ എന്നാണ് ആമുഖമായി ചോദിക്കാനുള്ളത്. അതിനൊന്ന് അർത്ഥം പറഞ്ഞത് ആരും വിഷമിക്കണ്ട. അതിൻ്റെ അർത്ഥവും അതിൻ്റെ വിശദീകരണവും അതിൻ്റെ ശറഹും അതിൻ്റെ ഹാഷിയയും ഒക്കെ വളരെ വ്യക്തമായി ഞങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് സമർത്ഥിക്കാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമസ്ത എന്ന് പറയുന്ന ഒരു സംഘടന, ആ സംഘടനയുടെ ബാനറിൽ നിന്നുകൊണ്ട് സത്താർ പന്തലൂർ എന്ന് പറയപ്പെടുന്ന അറിയപ്പെട്ട ഒരു നേതാവ് കടന്നു വന്നുകൊണ്ട് ഇത്തരം ഒരു ആക്ഷേപം പറഞ്ഞു പോകുമ്പോൾ ഇത് ഏതെല്ലാം രൂപത്തിൽ പ്രതിഫലിക്കും എന്ന് സാമാന്യമായി ചിന്തിക്കേണ്ട ഒരു ബാധ്യത അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇനി അതിൽ അദ്ദേഹം പറയുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ സ്വാഭാവികമായും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വെല്ലുവിളി അദ്ദേഹം ഏറ്റെടുക്കേണ്ടതുണ്ടായിരുന്നു. ഇതൊന്നും സംഭവിച്ചിട്ടില്ല. മാത്രമല്ല, ഈ വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കുന്ന രൂപത്തിൽ പരാമർശം നടത്തിയ വ്യക്തികളോട് നമ്മൾ ചോദിച്ചിരുന്നു, അവർ വലിയായി കൊണ്ട് നടക്കുന്ന, അവരുടെ വലിയാണ് എന്ന് മാത്രമല്ല കുത്തുബുൽ ആലമാണ് എന്ന് പറയുന്ന, കുത്തുബുൽ ആലമാണോ മുദബ്ബിറുൽ ആലമാണോ, ഇനി അതല്ല അള്ളാഹ് തന്നെയാണോ റബ്ബുൽ ആലമീൻ തന്നെയാണോ എന്ന് സമസ്തയിലെ പല ആളുകളും ഇപ്പോൾ സംശയിച്ചു കൊണ്ടിരിക്കുന്ന CM മടവൂർ, ആ CM മടവൂരിനെ സംബന്ധിച്ച് എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ എഴുതിയ വാചകങ്ങൾ അതും ഇക്കൂട്ടത്തിൽ നമ്മൾ ചർച്ചക്കിട്ടിരുന്നു. പക്ഷേ ആ ചർച്ചക്കിട്ട വാചകങ്ങളെ അതിനെ എടുത്തൊന്നു സംസാരിക്കാൻ പോലും, അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഈ പറയുന്ന മൗലവിയെ കുറിച്ച് പറയുന്ന ആ ഒരു വീര്യത്തോടെ ഒന്ന് പറയാൻ പോലും സമസ്തയുടെ നേതാക്കൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്താ ഇതിൽ എഴുതി വെച്ചത് കേട്ടോ? CM വലിയുല്ലാഹി മടവൂർ എന്ന് പറയുന്ന ഈ പുസ്തകം, നമുക്കറിയാം ഇപ്പോ വലിയ വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമസ്തയുടെ ആണിക്കല്ലും അതിന്റെ അടിത്തറയും പറിച്ചിളക്കിക്കൊണ്ടിരിക്കുകയാണ് CM മടവൂര്. CM മടവൂര് ഇതിനെ അടിച്ച് തകർത്തിട്ടേ പോകുള്ളൂ എന്ന മട്ടിലാണ്. ആ CM മടവൂരിന്റെ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നിടത്ത് രേഖപ്പെടുത്തിയത്, CM മടവൂരിന്റെ അവസ്ഥ മാറ്റം വന്നു. പല പ്രാവശ്യം കുളിക്കുകയും താടിയും കക്ഷവും മറ്റും എപ്പോഴും വൃത്തിയാക്കുകയും സുഗന്ധ ദ്രവ്യങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. വലതുകൈയിൽ റാഡോ വാച്ച് കെട്ടി കരവീതിയുള്ള ഡബിൾ ധോത്തിയുടുത്തുള്ള കിടത്തവും നടത്തവും എങ്ങനെ മറക്കാനാവും?
അപ്പോൾ ഈ സി എം മടവൂര് ഈ മുദബ്ബിറുൽ ആലം റാഡോ വാച്ചൊക്കെ കെട്ടിയിട്ട് നടക്കണേ. നല്ല വീതിയുള്ള മുണ്ടൊക്കെ കൊടുത്ത് ധോത്തി കൊടുത്തുള്ള കിടത്തവും നടത്തവും മറക്കാൻ പറ്റില്ല. ഈ കാലത്ത് അമുസ്ലിങ്ങളോടും പുത്തനാശയക്കാരോടും ദേഷ്യമായിരുന്നു. ആർക്ക് ആരുടെ കാര്യം പറയുന്നത്? ഇവരുടെ റബ്ബാണ് എന്നിപ്പോ കൊണ്ടു നടക്കണ പടച്ചോനാണെന്ന് പറഞ്ഞു കൊണ്ടു നടക്കുന്ന സി എം മടവൂരിനെ സംബന്ധിച്ചാണ് ഈ വിശദീകരിച്ചത്. മാത്രമല്ല ഈ പുസ്തകത്തിൽ തന്നെ വീണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്തെന്ന് ചോദിച്ചാൽ കേട്ടോളൂ. ഇതിൽ പറയുന്നത് കേട്ടോ, ഈ കാലഘട്ടത്തിൽ ശൈഖുനാക്ക് കാഫിറുകളെ തീരെ കണ്ടുകൂടാത്ത ഒരു കാലമായിരുന്നു. ഈ ബുക്ക് യഥാർത്ഥത്തിൽ സി എം മടവൂരിനെ കുറിച്ച് മലയാളത്തിൽ എഴുതിയ പുസ്തകമാണ്. ഈ ഒരു കത്തെടുത്ത് കെ എം മൗലവിയെ വിചാരണ ചെയ്യാൻ ഇറങ്ങിയ ആളുകൾ എന്തുകൊണ്ട് ഇത് സംസാരിക്കാതെ പോകുന്നു, മിണ്ടാതെ പോകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ചോദ്യം ചെയ്യപ്പെടും, സ്വാഭാവികമാണ്. ഏകപക്ഷീയമായി പറഞ്ഞു പോകാമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. ഇനി അതുമാത്രമല്ല, ഇദ്ദേഹം ഒരു ബസ്സിൽ കയറി. ആ ബസ്സിൽ കയറിയിട്ട് ചോദിക്കുകയാണ്, ഈ ബസ്സിന്റെ ഡ്രൈവർ മുസ്ലിമാണോ? അല്ല എന്ന് മറുപടി കിട്ടിയപ്പോൾ ചാടി ഇറങ്ങാണ്, ഞാൻ കയറൂല. അപ്പോൾ ബസ് ഓടിക്കുന്ന ഡ്രൈവർ അടക്കം ആരായിരിക്കണം? മുസ്ലിം ആയിരിക്കണം എന്ന വർഗീയത കൊണ്ടു നടന്ന ആളിൻ്റെ കബറ് കെട്ടിപ്പൊക്കി അതിൻ്റെ വരുമാനം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സമസ്തക്കാർ കെ മൗലവിയുടെ കത്തുമായി വരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് തുഹ്ഫ എടുക്കേണ്ടി വരും, ഷെർവാനി എടുക്കേണ്ടി വരും. ഇവരെന്താ ചെയ്യേണ്ടത്? ആധികാരികമായി ഇവർ സത്യസന്ധമായി കാര്യം പറയുന്നവരാണെങ്കിൽ ഇവർ ചെയ്യേണ്ടത് എന്തായിരുന്നു? ചെയ്യേണ്ടത് സ്വാഭാവികമായും ഇവർ പറയണം. എന്ത് പറയണം? ശരി മൗലവി, ഞങ്ങളുടെ തുഹ്ഫയിൽ അങ്ങനെ ഒന്നില്ല, നിങ്ങളുടെ കെ മൗലവി എഴുതിയതുപോലെ തുഹ്ഫയിലില്ല, ഷെർവാനിയിലില്ല, നിങ്ങൾക്ക് അങ്ങനെ തെളിയിക്കാൻ കഴിയില്ല, വരൂ വഹാബി എന്നൊക്കെ പറഞ്ഞ് ഇവർ വെല്ലുവിളി സ്വീകരിക്കല്ല വേണ്ടത്. എന്തുകൊണ്ട് ഇതുവരെ അതിന് തയ്യാറായില്ല? ഇന്ന് തയ്യാറാണെങ്കിൽ ഇന്നും മുജാഹിദുകൾ അത് ഒന്നിച്ചു വായിക്കാൻ റെഡിയാണ് എന്ന് ഇവർ അറിയിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം. ഇപ്പോൾ ഇവിടെ പരിപാടി നടത്തിയപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എന്താ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ബോധോദയം ഉണ്ടായി ഓടിക്കറി വന്നിട്ട് ഇങ്ങനെ തെറി പറയുന്നത്? കെ എം മൗലവി കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ ഒരു കാര്യം. ക്ലിപ്പ് റെഡിയാണോ? തമാമാണോ? ഓക്കെ ആണോ? അവിടേക്ക് അവിടെ അല്ല, ഇപ്പം പറഞ്ഞില്ല, ഇവിടെ ചോദിച്ചാണ്. ഓക്കെ, ഞാൻ നേരത്തെ വായിച്ചല്ലോ. എന്താണ് വായിച്ചത്? ഇവിടെ ശംസുൽ ഉലമ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി തന്നെ എഴുതിയ അവരുടെ കവിതയിൽ പറഞ്ഞ ഫഹല്ല അല ശുറാഇ മഖതു ഇലാഹിഹിം ഫബഅദുൽ ലിബഅദിൻ ഫീ മുജാഹദത്തിൻ നദാ. സമസ്ത എന്ന് പറയുന്ന സംഘടന അള്ളാഹുവിൻ്റെ മഖത്തിന്, വെറുപ്പിന് വിധേയമായ ഒരു സംഘടനയാണെന്ന് പറഞ്ഞുവല്ലോ. എന്നാൽ ഇന്ന് ഷജറ നേതാക്കളിൽ ഒരാൾ പറയുന്നത് സാക്ഷാൽ ജിഫ്രി തങ്ങളടക്കമുള്ള ആളുകളുടെ മേൽ ലഅനത്ത് ഇറങ്ങുന്നു എന്നാണ്. ചിന്തിക്കണം. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഒരു പ്രഭാഷണമുണ്ട്, ഒരു പ്രസംഗമുണ്ട്. ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഈ കെ എം മൗലവി വിവാദം കത്തിയതിന് ശേഷം പുറത്തിറങ്ങിയ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ തന്നെ ഇവരുടെ നേതാവ് പ്രസംഗിക്കുന്നത് കേട്ടോ. ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയങ്ങളുടെ ഒരു പ്രഭാഷണത്തിന്റെ അല്പഭാഗം ഈ ആഴ്ചയിൽ അതിനയച്ചു. ഈ കഴിഞ്ഞ ആഴ്ച മറ്റന്നാളത്തെ ഒരു പുതിയ പ്രഭാഷണം. ബഹുമാനപ്പെട്ട എന്റെ നേതാവ്, ഞാൻ ഈ കേരളത്തിലെ ഏറ്റവും ആദരിക്കുന്ന നേതാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു നേതാവ്, അവൻ്റെ അതിൽ പറയുന്നത് ബിദ്അത്ത് പ്രത്യക്ഷമാവുകയും പണ്ഡിതന്മാർ മൗനം പാലിക്കുകയും ചെയ്താൽ അവരുടെ മേൽ അള്ളാഹുവിന്റെ ലഅനത്തുണ്ടാകും എന്നാണ്. ഞാനത് കേട്ടപ്പോൾ ആകെ അന്തമിട്ടു. എന്തായി പറയുന്നത്? ഹദീസാണ്, പക്ഷെ എനിക്ക് അന്തക്കടുണ്ടായി ആ ഹദീസ് കേട്ടപ്പോൾ. ബഹുമാനപ്പെട്ട എന്റെ നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രഭാഷണത്തിന് അല്പഭാഗമാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷെ എനിക്ക് ആ പ്രഭാഷണം കേട്ടപ്പോൾ വളരെ അന്തപ്പെട്ടില്ല. എന്തുകൊണ്ട്? ഞാൻ എവിടുത്തെ ബിദ്അത്താണ് ഈ പറയുന്നത് എന്നാണ് അന്തപ്പെടുന്നത്. ചൊവ്വയിലോ ബുധനിലോ വല്ല ബിദ്അത്ത് നടക്കുന്നുണ്ടോ? അവിടെ പണ്ഡിതന്മാർ
പണ്ഡിതന്മാർ മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ഞാൻ ഒരു വേള ആലോചിച്ചു. ഭൂമിയിൽ നടക്കുന്ന ബിദ്അത്താണ് എങ്കിൽ സ്വന്തം മൂക്കിന്റെ മുന്നിലാണ് ഈ ബിദ്അത്ത് നടക്കുന്നത്. മലയാളക്കരയിലേക്ക് വഹാബിസത്തെ കൊണ്ടുവരികയും മനുഷ്യത്വത്തെ മുറ്റത്തിലിടാത്ത വ്യക്തിയുമായിരുന്നു കെ.എം. മൗലവി. ഈ കെ.എം. മൗലവിയെ കുറിച്ചുള്ള അയാളുടെ മൗലിദ് മദ്ഹന്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ആരാണ്? ബഹുമാനപ്പെട്ട തങ്ങളുടെ കീഴിലുള്ള വ്യക്തികൾ. അപ്പോൾ ഇപ്പം മിണ്ടാതിരുന്നാൽ ആയത്ത് വരും എന്ന് പറയുന്നത് സത്യത്തിൽ തങ്ങൾക്കല്ലേ ബാധകം? നാട്ടുകാരോട് പറയേണ്ട ആവശ്യമില്ല. ഇതിന് നടപടി എടുക്കേണ്ടത് ബഹുമാനപ്പെട്ട തങ്ങളല്ലേ. കെ.എം. മൗലവി എന്ന് പറഞ്ഞാൽ ആരാ? ഒരു ക്രൂരനായ വഹാബി. ക്രൂരൻ, മനുഷ്യത്തെ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു ക്രൂരൻ. അയാളുടെ ക്രൂരതക്ക് 100,000 ഉദാഹരണങ്ങളുണ്ട്. എന്താണ് ചൊക്കെ മനസ്സിലാക്കാത്തത്? ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ പൂജിച്ച് അയാളുടെ ഈ വഹാബി ഈറ്റില്ലത്തിന്റെ തറവാടിന്റെ അഡ്രസ് ഇയാളിൽ നിന്നാണ്. കേരളത്തിലെ വഹാബിസം തുടങ്ങുന്നത് ഇയാളിൽ നിന്നാണ്. ഇയാളുടെ അഡ്രസ്സിലാണ് വഹാബിസം തുടങ്ങുന്നത്. കേട്ടുവല്ലോ, എത്ര മോശമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കെ മൗലവി എന്ന് പറഞ്ഞാൽ മഹാക്രൂരനാണ്. അത് സ്വാഭാവികമായിട്ടും ഇവർ പറയണമല്ലോ, അതവർ പറഞ്ഞു എന്ന് മാത്രമല്ല, അതിൽ കുത്തുന്നത് ആർക്കാണ്? സാക്ഷാൽ ജിഫ്രി തങ്ങൾ, സമസ്തയുടെ നേതാവ്. അദ്ദേഹം ഒരു ഹദീസ്, അല്ലെങ്കിൽ പിന്നെ കണ്യത്തിന്റെ പാർട്ടി, ശംസുലൈമാന്റെ പാർട്ടി. അദ്ദേഹം ഒരു ഹദീസ് പറഞ്ഞു അത്രേ. എന്താ ഹദീസിലുള്ളത്? ബിദ്അത്ത് വർദ്ധിച്ചാൽ ഫസക്കത്തൽ ആലിം, ബിദ്അത്ത് വർദ്ധിക്കുന്ന സമയത്ത് പണ്ഡിതൻ മൗനിയായാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അദ്ദേഹത്തിന്റെ മേൽ അല്ലാഹുവിന്റെ ലഅനത്തിറങ്ങട്ടെ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ലഅനത്തിന് അദ്ദേഹം വിധേയമായിരിക്കുന്നു എന്ന് പറഞ്ഞൊരു ഹദീസ് ജിഫ്രി തങ്ങൾ പറയുന്നത് കേട്ടു. അത് ജിഫ്രി തങ്ങൾക്ക് തന്നെ എതിരാണ്. കാര്യം ആ ലഅനത്തിറങ്ങുന്ന ആള് ജിഫ്രി തങ്ങളാണ്. ഇതൊരു ഷജറ നേതാവ് പരസ്യമായി, റഹ്മത്തുള്ളാഹി ഖാസിമിയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിനും വേറെ ഗൂഢലക്ഷ്യങ്ങളുണ്ട്. ഇവരെയൊക്കെ കൃത്യമായി സമൂഹ മധ്യത്തിൽ വിചാരണ ചെയ്യേണ്ട ബാധ്യത ഈ ഉമ്മത്തിനുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താ പറഞ്ഞത്? കെ.എം. മൗലവിയാ. കെ.എം. മൗലവി ക്രൂരനാണ്. ക്രൂരനായ കെ.എം. മൗലവി ഉണ്ടായ കാരണത്താൽ യഥാർത്ഥത്തിൽ ജിഫ്രി തങ്ങൾക്ക് ലഅനത്ത്. അതാ പറഞ്ഞ നേരത്തെ കീടനയോര് പറഞ്ഞത് മക്കത്ത്, അള്ളാഹുവിന്റെ മക്കത്ത് അവർക്കുണ്ട്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ ഖാസിമി പറയുന്നു ജിഫ്രി തങ്ങൾക്ക് ലഅനത്തുണ്ട്. ഇയാൾ ഒരു വാചകം കൊണ്ട് അവസാനിപ്പിച്ചില്ല, വീണ്ടും അദ്ദേഹം ആവർത്തിക്കുന്നു. നിങ്ങൾ കേട്ടു നോക്കൂ. പറഞ്ഞു നടക്കരുത്, ഞങ്ങൾ അതിന് ഒഴിവായി നടക്കും. നമ്മൾ ശംസുലൈമാന്റെ ആളുകളാണെന്നറിയാം, നമ്മൾ മുല്ലക്കോയത്തങ്ങൾ ആളുകളാണെന്ന് പറയാം. ഇവിടെ വഹാബിസത്തിനെതിരെ മുല്ലക്കോയത്തങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയും അതിനെ കണ്ണിയത്ത് ശംസുലൈമാനെ പോലത്തെ ആളുകൾ ആയുസ് മുഴുവൻ ത്യാഗം ചെയ്ത് ചോര ഛർദ്ദിച്ചുണ്ടാക്കിയതാണ് ഈ ദീനി. എന്ത് പറഞ്ഞുകൊണ്ടാണ് അവർ കഷ്ടപ്പെട്ടത്? വഹാബിസം നാട്ടിന് ആപത്താണ്, അത് വിദഗ്ധാണ്, അതിനേക്ക് തിരിഞ്ഞൊക്കെ പോലും ചെയ്യരുത്. ഇല്ലേ? ഇതല്ലേ പറഞ്ഞത്? അവരുടെ ഏറ്റവും വലിയ ശത്രു ആരായിരുന്നു? കെ.എം. മൗലവി. അതേ കെ.എം. മൗലവിയുടെ പുസ്തകം സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രകാശനം ചെയ്യുമ്പോൾ രണ്ടായ കാര്യമാണ് ചെയ്യേണ്ടത്. ഒന്ന്, സുന്നി യുവജന സംഘത്തിന്റെ സ്ഥാനം അദ്ദേഹം രാജിവെക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കുക. മനസ്സിലാക്കണം, ഇതാർക്കെതിരെയാണ്? ഇത് പാണക്കാട് തങ്ങൾക്കെതിരെയാണ്. എന്തുകൊണ്ടാണ് ഷജറ എന്ന് പറയുന്ന വിഭാഗം ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞ് രംഗത്തിറങ്ങിയത് എന്നുള്ളതിന്റെ വ്യക്തമായ വാചകങ്ങളാണ്, പ്രകടനങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാണക്കാട് തങ്ങൾ, അദ്ദേഹം SYSന്റെ സ്ഥാനം രാജിവെച്ച് പുറത്തു പോകേണ്ട ആളാണോ? ഇനി കേട്ടോ അടുത്തത്. അപ്പൊ പാട്ടിലൊരു അരവരിയുണ്ട്, നിയമം നോക്കി നടന്നാൽ കുത്തുബുൽ അഖ്താബാണ് ഇബ്ലീസ് എന്നാണ് അതിന്റെ ഒരു അരവരി. നിയമം നോക്കി നടന്നാൽ, നിയമം അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഇബ്ലീസ് ആരായി മാറും? കുത്തുബുൽ അഖ്താബാവും. നിയമം നോക്കി നടന്നാൽ കുത്തുബുൽ അഖ്താബാണ് ഇബ്ലീസ്. നല്ല വാക്കാണ്. നിയമം പാലിച്ചിരുന്നുവെങ്കിൽ ഇബ്ലീസ് ആരാണ്? കുത്തുബുൽ അഖ്താബാണ്. അപ്പോ എന്തിനെ തെറ്റിച്ചു? നിയമം തെറ്റിച്ചു. നിയമം എല്ലാവർക്കും മാറ്റണം. അവിടെ ബഹുമാനോ അപമാനോ ഇല്ല, അത് ശരിയല്ല. എന്തേ അവർക്കത് മനസ്സിലാക്കാത്ത? അവർക്ക് ഇൽമില്ല, ചെയ്തായതുകൊണ്ട് ഇൽമുണ്ടാവില്ല. മനസ്സിലാക്കണം. ഒരു പാട്ടുണ്ടാക്കി പാടുകയാണ്, ആരോ മൂപ്പർക്ക് അയച്ചു കൊടുത്തൊരു പാട്ട്. ആ പാട്ട് മൂപ്പര് പാടുകയാണ്. പാട്ടിൽ എന്താ ഉള്ളത്? നിയമം നോക്കി നടന്നാൽ ഖുത്ബുൽ അഖ്താബാണ് ഇബ്ലീസ്. എന്തിനാ ഈ പാട്ട് പാടിയത്? പാണക്കാട് തങ്ങൾ നിയമം തെറ്റിച്ചു. ഏതുപോലെ? ഇബ്ലീസ് നിയമം തെറ്റിച്ചതുപോലെ.
ഇബ്ലീസ് നിയമം തെറ്റിച്ചതുപോലെ നിയമം നോക്കി നടന്നിരുന്നുവെങ്കിൽ കുത്തുബുൽ അക്താബാകുമായിരുന്നു ഇബ്ലീസ്. എന്താ ഇബ്ലീസ് കുത്തുബുൽ അക്താബാകാതിരുന്നത്? നിയമം തെറ്റിച്ചത് കൊണ്ടാണ്. ഈ പാട്ട് പാടിയിട്ട് അദ്ദേഹം സംസാരിക്കുന്നത് തങ്ങന്മാർക്കെതിരെയാണ്, പാണക്കാട് തങ്ങന്മാർക്കെതിരെയാണ്. അപ്പോ വളരെ കൃത്യമാണ് ഇവരുടെ ടാർഗറ്റ് എന്താണ് എന്നുള്ളത്. തീർന്നില്ല, വീണ്ടും അദ്ദേഹം പറയുന്നു, ഒരു വിദാത്ത് പ്രത്യക്ഷമായാൽ ആലിമീങ്ങൾ മിണ്ടാതിരുന്നാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ് എന്ന വാക്ക് ഈ പറയപ്പെട്ട ഇതൊക്കെ ചെയ്യുന്നവരെ മേൽ ബാധകാവൂല. എന്തുകൊണ്ട്? അവരാരല്ല, ആലിമീങ്ങളല്ല. അപ്പൊ അവർക്കുള്ള ലഅനത്ത് ഉണ്ടാവില്ല. ലഅനത്ത് മഹാന്മാർക്ക് ഉണ്ടാവുക. എന്തുകൊണ്ട്? അവരുണ്ടായിരിക്കുക ആണെങ്കിൽ ഞാൻ മിണ്ടേണ്ടടുത്ത് മിണ്ടണമെന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഒന്നും വിചാരിക്കരുത്. ഇത് ദിവസം കാണുകയാണ് ഞങ്ങളെ പോലത്തെ ഒരു. അവര് സയ്യിദന്മാരാവുന്നതിന് വിരോധമൊന്നുമില്ല. അവര് സുന്നി സമുദായത്തിന്റെ തലപ്പത്തുണ്ടായിരുന്നേ ഉള്ളൂ. സയ്യിദ് ഇവിടെ അബുൽ ആല മൗലൂദ് സയ്യിദാവുന്നതിന് ഒരു വിരോധമില്ല. അബുൽ ആല മൗലൂദി സയ്യിദല്ലേ? എന്നിട്ട് ഈ 100 കൊല്ലങ്ങൾ ആ മനുഷ്യൻ ചീത്തറില്ലേ? മനസ്സിലാക്കണം, സയ്യിദായതുകൊണ്ട് കാര്യമില്ല. കാലം ഇത്രയും ഇവര് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മെക്കിട്ട് കയറിയ സംസാരിച്ചിരുന്നത്. ഇവർ തങ്ങന്മാരെ എതിർക്കുന്നു, തങ്ങന്മാർക്കെതിരെ പറയുന്നു, തങ്ങന്മാരുടെ നിലപാടുകൾ ശരിയല്ലെന്ന് പറയുന്നു. ആദർശപരമായ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം നിലപാട് പറഞ്ഞാൽ പാണക്കാട് തങ്ങന്മാർ അവർക്കെതിരെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് വിലപിച്ചിരുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഇവിടെ പ്രസംഗിച്ചപ്പോ, ഈ സ്റ്റേജിൽ പ്രസംഗിച്ചപ്പോ നിങ്ങൾ പാണക്കാട് തങ്ങന്മാർ ഇതാ കാഫറുകളാണെന്നാണ് വഹാബികൾ പറയുന്നത് എന്ന രൂപത്തിൽ നിങ്ങൾ തരം മാറ്റിയത്? യഥാർത്ഥത്തിൽ ശജറ നേതാക്കന്മാർ തന്നെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ദഅവ എന്താ, പ്രബോധനം എന്താ? സാക്ഷാൽ ഇബ്ലീസിന്റെ ദർജയിലേക്ക് പാണക്കാട് തങ്ങന്മാർ മാറിപ്പോയിട്ടുണ്ട്. കാര്യം അവർ നിലപാട് തെറ്റിച്ചിട്ടുണ്ട്. മാത്രമല്ല, തങ്ങളാണ് എന്നുള്ളത് കൊണ്ട് ഒരു പരിഗണനയും പ്രത്യേകം കൊടുക്കേണ്ടതില്ല, ബാധ്യത നമുക്കില്ല. കാരണം സയ്യിദ് അബുൽ ആല മൗദൂദിയും തങ്ങളാണ്. ഇപ്പൊ ബോധം വരുന്നുണ്ടോ? തെളിവുകൾ വരുന്നത് കണ്ടോ? 100 കൊല്ലം സയ്യിദായ അബുൽ ആല മൗദൂദിക്കെതിരെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം തങ്ങന്മാർക്കെതിരെയും സംസാരിക്കും എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് ഈ വിഭാഗം മാറിപ്പോയി. അത് സമൂഹത്തിനിടയിൽ വലിയ പ്രശ്നമുണ്ടാക്കുന്നു. അതിന് മറയിടുക എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ ഇവിടെ സമസ്തക്കാർ കൊണ്ടുവന്നു വെച്ച പരിപാടിയുടെ ആകത്തുക, അതിന്റെ ആശയതലം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അതുകൊണ്ട് അവസാനിച്ചോ? അവസാനിച്ചില്ല. യഥാർത്ഥത്തിൽ പാണക്കാട് തങ്ങന്മാർക്കെതിരെ ഇവർ കൊണ്ടുവന്ന ടാർഗറ്റ് അതെന്താ? കെ മൗലവിയുടെ ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ടാണല്ലോ പുതിയ വിവാദം ഉണ്ടായത്. ഇപ്പൊ തുടങ്ങിയതല്ല, ആ പുസ്തകവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദമല്ലത്. കുറച്ചു നാളുകളായി ആസൂത്രിതമായി ചില നീക്കുപോക്കുകൾ അതിനിടയിൽ ഈ ശതറകൾ നടത്തുന്നുണ്ട്. പല കാരണങ്ങൾ അവർ കണ്ടെത്തുന്ന കൂട്ടത്തിൽ അവർ കൊണ്ടുവന്നതാണല്ലോ ഇത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ബന്ധം, ഊഷ്മളമായ ബന്ധം, ഇവിടെ നിന്നിരുന്ന ഭൗതികമായ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള, ഭൗതികമായ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ആദർശപരമായി ചിലപ്പോൾ സമസ്തക്കാരനായിരിക്കാം, അതല്ലെങ്കിൽ മുജാഹിദ് പ്രവർത്തകനായിരിക്കാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭൗതികമായ സംഘടനയിലോ രാഷ്ട്രീയ സംഘടനയിലോ ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കാം. പക്ഷേ മുസ്ലിം ഉമ്മത്ത് ഒരു സൊസൈറ്റിയായി ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം, അവിടെ സംഘടനാ പക്ഷപാതിത്വങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് സ്വീകരിച്ച നിലപാട്, ആ നിലപാട് യഥാർത്ഥത്തിൽ അതിനെ പ്രശംസിച്ചത്, അതിനെ മുച്ചൂടും പ്രശംസിച്ചത് ആരായിരുന്നു? ഇതേ കാസിമി തന്നെ ആയിരുന്നില്ലേ? അദ്ദേഹം മറന്നുപോയതല്ലേ? കേൾക്കാം നമുക്ക് അദ്ദേഹത്തിന്റെ വാചകങ്ങൾ. ഇത് നടക്കൂല. ഇത്തരം വ്യക്തികളെ സുന്നി സംഘടനകൾ തലപ്പത്ത് പറ്റൂല. അവരുടെ കാലിന്റെ ചുവട്ടിലെ മണ്ണിന് റഹ്മത്തുള്ളാഹി വരല്ലേ. പക്ഷേ അതേ സമയത്ത് നിയമം എല്ലാവർക്കും ബാധിക്കും. അല്ലെങ്കിൽ പ്രശ്നം എന്താ? പ്രശ്നം ഇനി ഇത് ഖിയാമത്ത് നാൾ വരെ എന്തായി മാറും? കീഴ്വഴക്കം. അത് നടപ്പിലാക്കാൻ നമുക്ക് കഴിയില്ലെങ്കിൽ പിന്നെ നമുക്ക് സുന്നി എന്ന പേരിൽ സംഘടിപ്പിക്കുന്നതിൽ ഇരിക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ അതിന് സുന്നി യുവജന സംഘം എന്നല്ല, SYS എന്നാണ് അതിന് പേര്, നപുംസകം യുവജന സംഘം എന്നാണ്. അപ്പൊ പിന്നെ അതിന് പേര് NYS എന്ന് തിരുത്തി മാറ്റേണ്ടതാണ്. അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആഴ്ചയിൽ ഓരോ വഹാബികളെ പുസ്തകം പ്രസിദ്ധീകരിക്കുക. എന്നിട്ട് അതിനെന്താ പേര്? SYS. അതെന്ത് വർത്തമാനങ്ങൾ ഈ പറയുന്നത്? അതിനെതിരെ ഉണ്ടാക്കിയതാണ്. സമസ്തയുടെ കാര്യങ്ങളെ കൃത്യമായും നടപ്പിലാക്കാൻ വേണ്ടി 950കളിൽ ഉണ്ടാക്കിയതാണ് എന്ത്? SYS. മനസ്സിലാക്കണം. ഇപ്പൊ സമസ്ത അതിന്റെ നേതാവായി, SYSന്റെ നേതാവായി പാണക്കാട് തങ്ങൾ ഇരുന്നാൽ ഇദ്ദേഹം പറയാണ്, പിന്നെ ആ സംഘടനക്ക് ഇടുവാൻ പറ്റുന്നൊരു പേര് ഇദ്ദേഹം നിർദ്ദേശിച്ചത് നപുംസക യുവജന സംഘടന, NYS. പാണക്കാട് തങ്ങൾ ഇനി ആ സമസ്തയുടെ SYSന്റെ തലപ്പത്തിരുന്നാൽ അതിനെ സുന്നി യുവജന സംഘം എന്നല്ല പറയേണ്ടത്, നപുംസക യുവജന സംഘം എന്നാണ്.
ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്ന, അഥവാ ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള ഇവിടെയുള്ള ഒരു രാഷ്ട്രീയ സംഘടനയും മറ്റുള്ള മതസംഘടനകളും ചേർന്നുപോയ ഒരു നല്ല കാലത്തെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ പ്രസംഗിച്ച വാക്കുകൾ കേൾക്കാൻ. അതിവിടുത്തെ സീരന്മാർ എങ്ങനെയായിരുന്നു? അറബി ഭാഷയിൽ മലയാള ഭാഷയിൽ ഖുതുബ നിർവഹിക്കുന്ന ഇന്നുമുള്ള പള്ളിയാണ് തിരുവങ്ങാടി PSMO കോളേജിലെ ജുമാഅത്ത് പള്ളി. ആ പള്ളിക്ക് തറക്കല്ലിട്ടത് സയ്യിദ് റഹ്മാൻ ബാഫഖിയാണ്. അതിന്റെ ചുമരിൽ ഇന്നും ആ പലക കാണാം, ശിലാസ്ഥാപനം സയ്യിദ് റഹ്മാൻ ബാഫഖി. അതെങ്ങനെ ഒരു മുജാഹിദിന്റെ പള്ളിക്ക് ഇത്ര വലിയ ഫണ്ടമെന്റലിസ്റ്റ് ആയ സയ്യിദ് എങ്ങനെ തറക്കല്ലിടുന്നു? അത് കേരളത്തിന്റെ ഒരു മനസ്സാണ്. കാരണം അവരെ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാവുന്ന ഒരാളാണ്. ഒക്കെ അങ്ങനെ തന്നെ. എന്റെ നാട്ടിൽ അത്ഭുതക്കുട്ടിയാക്കാണ് നിലമ്പൂരിൽ കേരള നേതൃത്വത്തിൽ മുജാഹിദിനും കൊണ്ടുവന്നതും ലീഗ് കൊണ്ടുവന്നതും അത്ഭുതക്കുട്ടിയാക്കാണ്. സാഹിബിന്റെ വാപ്പ ഒരേ സമയത്ത് രണ്ട് സാധനം അവർ കൊണ്ടുവന്നിട്ടുണ്ട് നിലമ്പൂരിലേക്ക്. ഒന്ന് കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ നിലമ്പൂരിലേക്ക് കൊണ്ടുവന്നത് അത്ഭുതക്കുട്ടിയാക്കാണ്. ഇന്ത്യൻ മുസ്ലിം ലീഗ് കൊണ്ടുവന്നത് അത്ഭുതക്കുട്ടിയാക്കാണ്. ഈ അത്ഭുതക്കുട്ടിയാക്കാന്റെ മകൻ വഹാബിന് ഒരു സ്വന്തം പള്ളിയുണ്ട് ആ റോഡ് സൈഡിൽ. പള്ളി പണി കഴിഞ്ഞപ്പോൾ ഉദ്ഘാടനം ചെയ്യേണ്ടതാരാ? ഉടനെ പറഞ്ഞാൽ ആരാ? എല്ലാവരും പറഞ്ഞു സുല്ലമുസ്സലാമിന്റെ കലണ്ടറും ചന്ദ്രികയുടെ കലണ്ടറും രണ്ടും സാഹിബിന്റെ പള്ളിയിൽ തൂക്കും. വേറെ ഒന്നുമില്ല, സമസ്തന്റെ കലണ്ടർ ഇല്ല, പിന്നെ AP ബാത്തിന്റെ കലണ്ടർ ഒന്നുമില്ല. രണ്ട് കാര്യമാണ് ആ പള്ളിയുടെ ഒരു പള്ളി കലണ്ടർ നോക്കിയിട്ടാണ് ഇന്ന് പുതിയ, പ്രത്യേകിച്ച് നമ്മൾ കലണ്ടർ നോക്കിയാണ് നമ്മൾ പള്ളിയെ മനസ്സിലാക്കുക. ബാബ്സാഹിബിന്റെ പള്ളിയിൽ ബാബ്സാഹിബിന്റെ സ്വന്തം ഭൂമിയിൽ സ്വന്തം പൈസ വെച്ച് പള്ളി ഉണ്ടാക്കി. രണ്ട് കലണ്ടർ നോക്കിയിട്ടുണ്ട്. ഇത് രണ്ടാണ് ഇതിന്റെ അടിസ്ഥാനം. ഒരു കലണ്ടർ ചന്ദ്രിക, ഒരു കലണ്ടർ സുല്ലമുസ്സലാമിന്റെ. അങ്ങനെ രണ്ട് കലണ്ടർ ഉണ്ട്. അവരെ അങ്ങനെ കളകളഞ്ഞ അവിടുത്തെ മുജാഹിദുമാണ്, കളഞ്ഞ ലീഗാണ്. അവരോടൊക്കെ കലകറഞ്ഞ സുന്നി കറകറഞ്ഞ ലീഗാരുമായി സഹകരിച്ച ഒരാളെ മകനാണ് ഞാൻ. അങ്ങനെയായിരുന്നു അവരൊക്കെ ജീവിച്ചിരുന്നത്. അപ്പൊ പള്ളി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഉദ്ഘാടനത്തിന്? അപ്പൊ ആര് പറഞ്ഞു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉദ്ഘാടനം പാണക്കാട് തന്നെ ശാപങ്ങൾ കൊണ്ടുവരാം, ശാപനങ്ങൾ കൊണ്ടുവരാം. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മതചിന്തകളിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരുതരം സഹിഷ്ണുതാ മനോഭാവം പഴയ കാലത്തുണ്ടായിരുന്നു. ഇത് വലിയ വലിയ നേതാക്കളൊക്കെ മരിച്ചു പോയപ്പോൾ മെല്ലെ മെല്ലെ നമ്മളെപ്പോലത്തെ ചെറുപ്പക്കാർ വഴിയൊക്കെ ഇത് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ എന്ന് നമ്മൾ ആലോചിക്കും. കണ്ടോ, കേരളത്തിന്റെ മണ്ണിൽ മുജാഹിദുകൾ KNMന്റെ നേതാക്കൾ വെച്ച ഒരു പള്ളി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പാണക്കാട് തങ്ങന്മാർ വന്നൊരു കാലുണ്ടായിരുന്നു. ചന്ദ്രികയുടെയും സുല്ലമുസ്സലാമിന്റെയും കലണ്ടർ തൂക്കുന്ന പള്ളിയിൽ പാണക്കാട് തങ്ങന്മാർ ഉദ്ഘാടനം ചെയ്യാൻ വന്നൊരു നല്ല കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരെ നോക്കിയിട്ട് നിങ്ങൾ ലാനത്ത് ചൊല്ലിയിട്ടുണ്ടോ? ഇപ്പോൾ നിങ്ങൾ പറയുന്ന ചാർജ് ഷീറ്റുകൾ, ഷജറകൾ പറയുന്ന ചാർജ് ഷീറ്റുകൾ ആ പണ്ഡിതന്മാർക്ക് പേരിൽ വെച്ചു കൊടുക്കാൻ ഇവർ തയ്യാറാണോ? ഇനി ഒരിക്കൽ മാത്രം അറിയാതെ പ്രസംഗിച്ചു പോയതല്ല അദ്ദേഹം. വീണ്ടും പറയാണ്, ബാഫഖി തങ്ങളും അതുപോലെ തന്നെ മുജാഹിദുകളും തമ്മിലുണ്ടായിരുന്ന ഊഷ്മളമായ ബന്ധത്തെ സംബന്ധിച്ച് വീണ്ടും അദ്ദേഹം പറയുന്നു. ആ മനസ്സാണ് നേരത്തെ പറഞ്ഞത്. ആ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു. സമസ്തയുടെ കേന്ദ്ര മുശാവറ മെമ്പർ തിരൂരങ്ങാടിയിൽ മുജാഹിദ് വിഭാഗത്തിന്റെ ജുമാ നടക്കുന്ന പള്ളിക്ക് തറക്കല്ലിട്ടത് തങ്ങളാണ്. ഇന്നും ആ പള്ളിയുടെ ചുമരിൽ ശിലാഫലകമുണ്ട്. ശിലാസ്ഥാപനം നടത്തിയത് സയ്യിദ് റഹ്മാൻ ബാഫഖി. നിങ്ങൾ ചിന്തിക്കണം, ഇന്നത്തെ സാഹചര്യത്തിൽ അത് പറഞ്ഞാൽ പിന്നെ ഇവിടെ കലാപുണ്ടോ? ഇന്നത് പറഞ്ഞാൽ പോലും എന്തൊക്കെ നടക്കുന്നു പറയാൻ കഴിയില്ല. ഞാനിത് പറയാൻ കാരണം വലിയ മനുഷ്യന്മാർ പോയപ്പോൾ നമ്മൾ പുറകോട്ട് സഞ്ചരിച്ചു എന്ന് പറയാൻ വേണ്ടിയാണ്. ഇത് ഉൾക്കൊള്ളാൻ നമുക്കൊക്കെ ഇതിനെ കുറിച്ച് പ്രയാസമുണ്ട്, പക്ഷേ ചരിത്രം സാക്ഷിയാണ്. ഏതായാലും പള്ളികൾക്ക് ശിലാഫലകം ഉണ്ടാകുന്നതും ഒരു ഭാഗ്യമായി എന്ന് എനിക്ക് തോന്നി ഇന്നലെ രാത്രി. കാരണം ആ ശിലാഫലകം ഉണ്ടായിരുന്നില്ലെങ്കിൽ പലരും അത് നിഷേധിക്കും. മനസ്സിലാക്കണം, ഇത് പ്രസംഗിച്ചതും കാസ്മി ബാഫഖി തങ്ങന്മാർ തിരൂരങ്ങാടി മുജാഹിദ് പള്ളി മലയാളത്തിൽ ഖുതുബ പറയുന്ന പള്ളിക്ക് തറക്കല്ലിട്ടാൻ വന്ന നല്ല കാലത്തെ സംബന്ധിച്ച് വിശദീകരിക്കാൻ തീരുന്നില്ല. മുജാഹിദ് പ്രസ്ഥാനത്തെ നയിച്ചു കൊണ്ടുപോയിരുന്ന പണ്ഡിതന്മാർ, KM മൗലവിയുടെ കൂടെ സന്തത സഹചാരികളായിരുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് KM മൗലവി അടക്കമുള്ള ആളുകളെ സംബന്ധിച്ച് ക്രൂരരും അതുപോലെ തന്നെ ഭീകരവാദികളൊക്കെയായി ചിത്രീകരിക്കുന്ന ആളുകൾ ഇന്ന് ആ രൂപത്തിൽ ഇറങ്ങി സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ മുജാഹിദ് നേതാക്കളെ സംബന്ധിച്ച് പറഞ്ഞ വാചകങ്ങൾ ഇപ്പോഴും ഉണ്ട് ഇവിടെ. എന്താണത്? ഏറ്റവും അടിസ്ഥാനമായ രണ്ടടിസ്ഥാനം കൊണ്ടാണ് ഇന്ത്യൻ മുസ്ലിം കരണീയമായത്. ഒന്ന്, മഹാന്മാരുടെ ജീവിത വിശുദ്ധി. അതിൽ
സുന്നികളല്ലാത്ത അങ്ങനെ ഒരു കണക്കൊന്നുമില്ലാത്ത അത് ഞാൻ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ MK ഹാജി ആ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു ജീവിത വിശുദ്ധിയുള്ള മഹാനാണ്. അദ്ദേഹം കേരള നേതൃത്വ മുജാഹിദിന്റെ വക്താവൊക്കെയാണ്. KNC സാഹിബ്, ഇങ്ങനെ ധാരാളം ആളുകളുണ്ട്, മുഖർ സാഹിബ്. പക്ഷെ അവരൊക്കെ ഇതേ ബാഫക്കത്തങ്ങൾ പൂക്കോയത്തങ്ങളൊക്കെ ആ ഗണത്തില് ആ ജീവിത വിശുദ്ധിയുടെ നിലവാരത്തിലൊക്കെ എണ്ണാൻ പറ്റിയ മനുഷ്യന്മാരാണ്. അത്രയും വലിയ ആളുകളാണ്. അള്ളാഹുവിന്റെ ദീനിനെ സംശീകരിക്കുന്ന കാര്യത്തിൽ, ദീനനുസരിച്ച് ജീവിക്കുന്നതിൽ, പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ MK ഹാജിയുടെ ഒരു മനസ്സ് അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കണം. MK ഹാജിയെ കുറിച്ചാണ് പറയുന്നത്. കേരള നേതൃത്വ മുജാഹിദീന്റെ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹം അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പുണ്യം ചെയ്ത മഹാനാണ് എന്നാണ് ഇദ്ദേഹം പ്രസംഗിക്കുന്നത്. ഇതിനപ്പുറം എന്താണ് ഇന്നിപ്പോ ഈ പറയുന്ന ഈ ഏതെങ്കിലും തരത്തിൽ പാണക്കാട് തങ്ങന്മാർക്കെതിരെ സംസാരിച്ച് പ്രശ്നമുണ്ടാക്കി രംഗത്ത് വരുന്ന, മുതലെടുപ്പ് നടത്തുന്ന ആളുകൾക്ക് പുതിയ ഒരു കേസ് ചാർജ് ചെയ്യാനുള്ളത്? അന്നത് പ്രശ്നമല്ലെങ്കിൽ ഇന്നതെങ്ങനെ പ്രശ്നമാകും? ബാഫക്കി തങ്ങളെ പോലെ ഇവിടെക്കാൾ സമസ്തായിസം കൊണ്ടു നടന്ന, അല്ലെങ്കിൽ അവരുടെ ആദർശം കൊണ്ടു നടന്ന, അവർ തന്നെ ബഹുമാനിക്കുന്ന ആളുകൾ അവർ ചെയ്തു പോകുന്ന ഒരു സംഗതി ഇന്ന് അത് തുടർന്നു പോന്നാൽ ഇന്നത് പ്രശ്നമാവുകയും അന്നെങ്ങനെ പ്രശ്നമല്ലാതിരിക്കുകയും ചെയ്യും. MK ഹാജിയെ പോലെയുള്ള ആളുകൾ അവരുടെ ജീവിതം ധന്യമാണെന്ന് മാത്രമല്ല, ഇദ്ദേഹം ദുആ ചെയ്യുകയാണ് MK ഹാജിക്ക് വേണ്ടി, മുജാഹിദ് പ്രവർത്തകന് വേണ്ടി, അല്ലേ, മുജാഹിദ് നേതാക്കൾക്ക് വേണ്ടി. കേൾക്കാം നമുക്കത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ പല ആളുകളും, പല വലിയ നേതാക്കളും MK ഹാജിയെ പോലും കുറിച്ച് പഠിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഞാൻ MK ഹാജിയെ കണ്ടിട്ടില്ല. പക്ഷെ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു. വല്ലാതെ അവരൊക്കെ നമ്മളൊക്കെ മുന്നിൽ എത്രയോ മുന്നിലായിരിക്കും അള്ളാഹിന്റെ സ്വർഗത്തിൽ എന്ന് തോന്നുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ കൂടെ ഫിർദൗസിൽ കയറാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. മനസ്സ് തുറന്ന് പറ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. വല്ലാത്ത ഒരു അനുഭവമാണ് അവരുടെയൊക്കെ ചരിത്രം. മനസ്സിലാക്കണം. ദുആ ചെയ്യുകയാണ്. അള്ളാഹു അവരെ ഉന്നതമായ സ്വർഗം നേടുന്ന ആളുകളാണ്. ആര്? KNM നേതാക്കൾ, മുജാഹിദ് പണ്ഡിതന്മാർ, ഈ സംഘത്തെ നയിച്ചു കൊണ്ടുപോയ ആളുകൾ, മുൻഗാമികൾ, ഇതിന്റെ നേതാക്കൾ, MK ഹാജിയെ പോലെയുള്ള ആളുകൾ, ഇത് പറഞ്ഞ ആളുകളല്ലേ, ദുആ ചെയ്ത ആളുകളല്ലേ. ഈ രംഗത്തൊന്നും ഇല്ലാത്തൊരു ചാർജ് ഷീറ്റ് ഇപ്പോഴെങ്ങനെ പുതിയതായി ഉണ്ടായി? അപ്പൊ ഇതൊക്കെ പറഞ്ഞു തന്നിരുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ട് പ്രസംഗിക്കുന്നത്. ഇവിടെ പ്രസംഗിച്ച വാചകം നിങ്ങൾ കേട്ടോളൂ. ഇതൊക്കെയാണ് മുൻകാലങ്ങളിൽ നടന്നതെങ്കിൽ ഇപ്പോൾ ഇവർ രംഗത്ത് വന്ന് പറഞ്ഞ വാചകം എന്ത്? കേൾക്കാം നിങ്ങൾക്ക്. സത്താർ പന്തലൂരി തന്നെ പറയട്ടെ. ഒന്നുകിൽ പുസ്തകം പിൻവലിക്കണം, അല്ലെങ്കിൽ ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട ആളുകൾ പറയണം, മുജാഹിദ് വിഭാഗത്തിന് നേതൃത്വം പറയണം, അന്ന് ആ കത്ത് എഴുതിയത് KM മൗലവിക്ക് വന്നൊരു തെറ്റാണ്, ഞങ്ങൾക്കതിനോട് യോജിപ്പില്ല. തുറന്നു പറഞ്ഞോ, നമ്മൾ ആ വിഷയം അവസാനിപ്പിച്ചത്. KM മൗലവി നബിദിനാഘോഷം നടത്തിയ തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. പണ്ട് KM മൗലവി നബിദിനാഘോഷം നടത്തിയിരുന്നു. KM മൗലവി പണ്ട് നബിദിനാഘോഷം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ നബിദിനാഘോഷം നടത്തിയത് KM മൗലവിയുടെ ഭാഗത്തു നിന്ന് തെറ്റാണെന്ന് മുജാഹിദ് നേതൃത്വം പറഞ്ഞ പോലെ അന്ന് മൂപ്പര് കത്ത് അയച്ചതും തെറ്റാണെന്ന് പറഞ്ഞോ, വിഷയം അവസാനിപ്പിച്ചു. അല്ലാതെ കത്ത് ഇങ്ങനെ പ്രസിദ്ധീകരിക്കുക, അത് പുസ്തക കച്ചവടം നടത്തുക, അതിന് ലാഭം ഉണ്ടാക്കുക, കത്ത് പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് നമ്മൾ പറയാൻ പാടില്ല, രണ്ടും കൂടി നടക്കൂല. ഇത്ര ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഇവിടെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ ആദ്യമായി സമസ്തക്ക്, സുന്നത്ത് ജമാഅത്തിനെതിരെ, സുന്നികൾക്കെതിരെ നോക്കിയിട്ട് ഇവർ ബഹുദൈവ വിശ്വാസികളും ബിദ്അത്ത് സംഭവിച്ചവരുമാണ് എന്ന് പരസ്യമായി പറഞ്ഞത് ഇപ്പൊ അടുത്ത് വന്ന ആ മുജാഹിദ് പ്രഭാഷകനല്ല. ആദ്യം പറഞ്ഞത് KM മൗലവി തന്നെയാണ്. ഈ മുജാഹിദ് വിഭാഗം ആരംഭിച്ച പലിശാധിഷ്ഠിത ബാങ്കിനെതിരെ ഹീലത്തുരിബ എന്നൊരു പുസ്തകം എഴുതി KM മൗലവി. ആ ബാങ്കിനെ ന്യായീകരിച്ചുകൊണ്ട്, പലിശ ഇടപാടിനെ ന്യായീകരിച്ചുകൊണ്ട് പുസ്തകം എഴുതി. ആ പുസ്തകം എഴുതിയപ്പോൾ 1933 സമസ്തയുടെ ഫറൂഖ് സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ആ പുസ്തകത്തിനെതിരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രമേയം പാസാക്കിയിട്ടുണ്ട്. ഇതൊന്നും KM മൗലവിയുടെ മറ്റു സാമൂഹ്യ രാഷ്ട്രീയ ബന്ധങ്ങൾ മാനിച്ചുകൊണ്ട് ആദർശപരമായ കാര്യങ്ങൾ പറയാതിരുന്നിട്ടില്ല. അത് പറയുന്നു എന്നുള്ളത് കൊണ്ട് ഇന്ന് മുജാഹിദ് വിഭാഗം രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് ചേർത്ത് വെച്ചുകൊണ്ട് ആദരണീയരായ പാണക്കാട് സാദാത്യങ്ങളെയും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് KM മൗലവി വിമർശിച്ചാൽ, KM മൗലവിയുടെ ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞാൽ
അത് ആദരണീയരായ പാണക്കാട് സാദാത്യങ്ങളെയും മുസ്ലിം ലീഗിനെയും വിമർശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടവ് തന്ത്രമാണ് എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ മുജാഹിദ് വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനൊന്നും ആരും തെറ്റിദ്ധരിക്കണം. അങ്ങനെ തന്നെയാണ്, അങ്ങനെ അന്നല്ല, അങ്ങനെ തന്നെയാണ്. ഇവിടെ വന്ന് ഈ സ്റ്റേജിൽ എന്തുകൊണ്ട് പ്രസംഗിക്കുകയാണ്? ഇത് പാണക്കാട് തങ്ങന്മാർക്കെതിരെ ഞങ്ങൾ പറയുന്നതല്ല, ഞങ്ങൾ കെ എം മൗലവിയുമായി പണ്ടേയുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചതാണ്. ആണോ? അതല്ല എന്ന് തെളിയിക്കാനാണ് കാസിമിയുടെ വാചകങ്ങൾ നിങ്ങൾ കേൾപ്പിച്ചത്. നിങ്ങൾ ഇവിടെ വന്നുകൊണ്ട് കുമ്പസരിക്കുകയായിരുന്നു. നിങ്ങൾ തൽക്കാലം ഇവിടെ ഒരു പരിപാടി വെച്ച് തടിസലാമത്താക്കാമെന്ന് വിചാരിക്കുകയായിരുന്നു. സത്താർ പന്തല്ലൂരിനോട് പറയുന്നു, നിങ്ങളുടെ അടവ് നയം ഇവിടെ നടപ്പാവില്ല, നിങ്ങൾക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ, നിങ്ങൾ മാത്രമേ അന്നം കഴിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ പാണക്കാട് തങ്ങന്മാരെ ടാർഗറ്റ് ചെയ്തില്ല. ഞങ്ങൾ പണ്ട് കെ എം മൗലവിക്കെതിരെ സംസാരിച്ചതുപോലെ സംസാരിച്ചതാണെങ്കിൽ എന്തിനാണ് SYS നേതൃത്വത്തിൽ നിന്ന് പാണക്കാട് തങ്ങൾ പുറത്തു പോകണം, അല്ലെങ്കിൽ പുറത്താക്കണം, പുറത്താക്കിയിട്ടില്ലെങ്കിൽ ജിഫ്രി തങ്ങളുടെ മേൽ ലാനത്തുണ്ട് എന്ന് ഷജറ നേതാവ് പ്രസംഗിച്ചത്? എന്തിനാ ഷജറ നേതാവ് പ്രസംഗിച്ചത്? ഇബിലീസിന്റെ പാട്ട് പാടിക്കൊണ്ട് എന്തിനാ പാണക്കാട് തങ്ങന്മാർക്കെതിരെ അദ്ദേഹം ഉറഞ്ഞു തുള്ളിയത്? ഇനി ആ SYSന്റെ നേതൃത്വത്തിൽ നിന്ന് പാണക്കാട് തങ്ങന്മാരെ മാറ്റിക്കിട്ടില്ലെങ്കിൽ അതിനെ നപുംസക യുവജന സംഘടന എന്ന് പേരിടണമെന്ന് എന്തിനാണ് അമ്പലക്കടവ് പറഞ്ഞത്? അല്ല സോറി, പിന്നെ കാസിമി പറഞ്ഞത്? അപ്പൊ നിങ്ങൾക്ക് ലക്ഷ്യമില്ലല്ലേ, നിങ്ങൾക്ക് ടാർഗറ്റ് ഇല്ലല്ലേ? അത് മുജാഹിദുകൾ വെറുതെ പറയുകയാണല്ലേ? നേരെ മറിച്ച് ഞങ്ങൾ പണ്ടേ കെ എം മൗലവിയോടുള്ള വിയോജിപ്പ് ഞങ്ങൾ പ്രകടിപ്പിച്ചതാണ് എന്ന് വന്ന് തൽക്കാലം ഇവിടെ ഒരു തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ നടത്തി പറഞ്ഞു പോകാമെന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ നിങ്ങളെ വിടാൻ ഞങ്ങൾ ഒരുക്കമല്ല. നേരെ മറിച്ച് നിങ്ങൾ തുഹ്ഫ വായിച്ചേ പറ്റൂ. നിങ്ങൾ ഇങ്ങോട്ടാ ഇതൊരു വടി എറിഞ്ഞുകൊണ്ടിരുന്നത്, ഇനി ഞങ്ങൾ അതേ വടി തിരിച്ചറിയാണ്. നിങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ തുഹ്ഫ വായിച്ചേ പറ്റൂ, ശർവാനി വായിച്ചേ പറ്റൂ. നിങ്ങളെ ഞങ്ങൾ അതിനു വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളിത് പരസ്യമായി പ്രഖ്യാപിച്ചതാണ്, ഇന്നല്ല. സത്താർ പന്തല്ലൂർ എന്ന് പറയുന്നത് SYSന്റെ നേതാവാണ് എങ്കിൽ, അല്ലെങ്കിൽ ഇപ്പറയുന്ന SKSSFന്റെ നേതാവാണെങ്കിൽ, കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയുടെ നേതൃത്വത്തിലുള്ള ആളാണ് എങ്കിൽ, സത്താർ പന്തല്ലൂർ കെ എം മൗലവിയുടെ മേൽ ഉന്നയിച്ച ആരോപണം തെളിയിക്കാൻ അദ്ദേഹം രംഗത്ത് വന്നേ പറ്റൂ. മുജാഹിദുകൾ നിങ്ങളുടെ പുറകിലുണ്ട്, നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾ വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. വായിക്കണം നിങ്ങൾ തുഹ്ഫ. നിങ്ങൾ എന്താ വിചാരിച്ചത് വായിച്ചങ്ങോട്ട് പോകാന്നോ? ഈ 2 കമന്റ് അടിച്ച് മുജാഹിദുകളെ അങ്ങോട്ട് ചാട്ടെ കയറ്റി അവിടെ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ട് അവരെ കഴിവേറ്റിക്കളയാമെന്ന് വിചാരിച്ചോ സത്താർ പന്തല്ലൂരെ? നിങ്ങൾ വിചാരിച്ചിടത്തല്ല. സത്താർ പന്തല്ലൂര് തന്നെ രംഗത്ത് വരണം. അദ്ദേഹം തന്നെ മുന്നിൽ നിൽക്കണം. മുജാഹിദുകളുടെ ഞങ്ങളുടെ നേതാവിനെ പറ്റി അപരാധം പറഞ്ഞ് അപവാദം പറഞ്ഞ് മുങ്ങി രക്ഷപ്പെട്ടു കളയാമെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. നിങ്ങൾ തുഹ്ഫ വായിക്കണം. നിങ്ങളെ കൊണ്ട് ഞങ്ങൾ വായിപ്പിക്കും. നിങ്ങൾ ശർവാനി വായിക്കണം. നിങ്ങളെ കൊണ്ട് വായിപ്പിക്കും ഞങ്ങൾ. അല്ലെങ്കിൽ തെരുവോരങ്ങളിൽ, കേരളത്തിന്റെ തെരുവോരങ്ങളിൽ നിങ്ങളുടെ പള്ളി ദറസുകളിൽ പഠിപ്പിക്കുന്ന തുഹ്ഫയുടെയും അതുപോലെ തന്നെ ശർവാനിയുടെയും കിതാബിലെ ഉദ്ധരണികൾ ഞങ്ങൾ എഴുതി ഒട്ടിക്കും. സംശയം വേണ്ട. നിങ്ങൾ കളിച്ച കളി ചെറിയ കളിയല്ല. നിങ്ങൾക്ക് രാഷ്ട്രീയ താല്പര്യമുണ്ടാകാം, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ വിലപേശൽ നടത്തി വെള്ളാപ്പള്ളി നടിച്ച് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കേണ്ടതുണ്ടാകാം. നിങ്ങൾക്ക് നിങ്ങളുടെ സംഘടനാ താല്പര്യങ്ങൾ ഉണ്ടാകാം. ഈ ഇന്ത്യ രാജ്യത്ത് ജനിച്ച് ജീവിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുത്ത് ഈ രാജ്യത്തിന്റെ മണ്ണോട് മണ്ണു ചേർന്ന് നിന്നുകൊണ്ട് ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച് ഈ നാട്ടിൽ ഒരു മാന്യമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എല്ലാ നിലക്കുമുള്ള വെള്ളവും വളവും നൽകി വളർത്തി വലുതാക്കി കൊണ്ടുവന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായ ഞങ്ങളുടെ നേതാവായ ഈ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ കെ എം മൗലവിയെ സംബന്ധിച്ച് തോന്നിയവാസം പറഞ്ഞ് നിങ്ങൾക്ക് രക്ഷപ്പെട്ട് കളയാം എന്ന് ഏതെങ്കിലും SK-ക്കാരോ അതല്ലെങ്കിൽ സമസ്തക്കാരോ ധരിച്ചിട്ടുണ്ടെങ്കിൽ പഴയ കാലമല്ല. നിങ്ങളെ ഞങ്ങൾ വരിഞ്ഞു കെട്ടുക തന്നെ ചെയ്യും. സംശയം വേണ്ട. അല്ലെങ്കിൽ ആണുങ്ങളെപ്പോലെ നിങ്ങൾ വരൂ. വലിയ പന്തല് കെട്ടി ആളെ കൂട്ടിയിട്ടല്ലേ നിങ്ങൾ ഈ കത്ത് വായിച്ചത്? കെ എം മൗലവിയുടെ പേരിൽ നിങ്ങൾ ചാർജ് ഷീറ്റ് കൊടുത്തത് എങ്കിൽ അതേ ചാർജ് ഷീറ്റ് ഞങ്ങൾ വെച്ചു കെട്ടുന്നത് ഏതെങ്കിലും ഒരു ലോക്കൽ നേതാവിന്റെ പേരിലല്ല, നിങ്ങളുടെ ശാഫി മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥത്തിന്റെ പേരിലാണ്. നിങ്ങൾ കൊണ്ട് നടക്കുന്ന മദ്ഹബിന്റെ പേരിലാണ്. നിങ്ങൾ നേതാവായി കൊണ്ട് നടക്കുന്ന ഇബ്നു ഹജർ ഹൈതമിയുടെ പേരിലാണ്. നിങ്ങൾ പള്ളി ദർസുകളിൽ പഠിപ്പിക്കുന്ന കിതാബിന്റെ പേരിലാണ്. അത് ഇല്ല, അങ്ങനെയല്ല. അത് മൗലവിക്ക് തെളിയിക്കാൻ കഴിയില്ല, മുജാഹിദുകൾക്ക് തെളിയിക്കാൻ കഴിയില്ല എങ്കിൽ വാ നിങ്ങൾ മുന്നിലേക്ക്. സത്താർ പന്തല്ലൂർ ഇത് ഏറ്റെടുത്ത് രംഗത്ത് വരണം. വേറെ ചില
ആളുകൾ തൽക്കാലം സത്താറിനെ രക്ഷപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട. സത്താർ ഉന്നയിച്ച ആരോപണം അദ്ദേഹം മുജാഹിദുകളുടെ മുന്നിൽ വന്ന് നിന്ന് വായിക്കണം. തുഹ്ഫ ഞങ്ങൾ വായിക്കും, നിങ്ങൾ കെ മൗലവിയുടെ കത്തും വായിച്ചോ. ഈ പ്രശ്നം ഇനി മേലിൽ ഉണ്ടാകരുത്. സമൂഹത്തിനിടയിൽ ഈ പ്രശ്നം നിങ്ങൾ ഇനി ഉണ്ടാക്കരുത്. സമൂഹത്തിന്റെ മേൽ ഈ പ്രശ്നം നിങ്ങൾ ഉണ്ടാക്കരുത്. അടിസ്ഥാനപരമാണ് ഈ വിഷയം. അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം അന്തസ്സോടെ അഭിമാനത്തോടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്ന വാക്കുകളാണ്, ഇത് വാചകങ്ങളാണ്. നിങ്ങൾ ഇവിടെ വന്ന് വെടിവെട്ടിച്ച് പോകാന്നൊന്നും വിചാരിക്കണ്ട. അങ്ങനെ ഞങ്ങൾ വാണക്കാട് നിങ്ങൾക്കെതിരെ പറഞ്ഞൊന്നുമല്ല എന്നൊന്നും പറഞ്ഞ് തൽക്കാലം ഇവിടെയുള്ള സമസ്തക്കാരുടെ കണ്ണിൽ പൊടിയിട്ട് പോകാം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങളുടെ പുറകിൽ ഞങ്ങളുണ്ട്. ഇനി മനസ്സിലാക്കേണ്ട വേറൊരു സംഗതി എന്താ? രണ്ടാമത് ഇവർ കാഫറാക്കൽ വിവാദവുമായി വന്നു. കാരണം കേരളത്തിന്റെ മണ്ണ് നമുക്കറിയാം ഇന്ന് വിശ്വാസപരമായി അധപ്പതിച്ചിട്ട് കേരളത്തിൽ കോഴിക്കോട് മടവൂർ എന്ന് പറയുന്ന പ്രദേശത്ത് 33 കൊല്ലം മുമ്പ് ജീവിച്ച് മരിച്ചുപോയ CM മടവൂർ എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിയെ ചൂണ്ടിയിട്ട് ആരാണ് പടച്ചോൻ എന്ന് ചോദിച്ചാൽ CM മടവൂരാണ് എന്ന് പറയണം എന്ന പാട്ടടക്കം ഇറക്കി വളരെയധികം മുസ്ലിം ഉമ്മത്തിന്റെ ഈമാൻ തകർത്ത് തരിപ്പണമാക്കി മുന്നോട്ട് പോകുന്ന ഒരു ഗൂഢസംഘം. ആ ഗൂഢസംഘത്തിനെതിരെ ശക്തമായി പ്രചരണമായി വന്നു കഴിഞ്ഞപ്പോ ഇവർക്ക് വീണ് കിട്ടിയതുപോലെ ഒരു കാഫറാക്കൽ പ്രസ്താവന ഇങ്ങോട്ട് കിട്ടി. ഉടൻ തന്നെ ഇവർ കോഴിക്കോട് പരിപാടി വെച്ചു. നമ്മളതിന് മറുപടി പറഞ്ഞു, തൊട്ടു നോക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അന്ന് രാവിലെ കോഴിക്കോട് SKSSF-കാരൻ കാഫറാക്കൽ വിവാദവുമായി വന്നപ്പോ അന്ന് വൈകുന്നേരം തന്നെ നമ്മൾ മറുപടി പറഞ്ഞു കൊടുത്തു. കാരണം കാഫറാക്കൽ എന്ന് പറയുന്ന ഒരു വിവാദവുമായി രംഗത്ത് വരാൻ സമസ്ത എന്ന് പറയുന്ന സംഘടനക്ക് ധാർമ്മികമായ ഒരു അവകാശമില്ല. എന്തുകൊണ്ട്? അവരുടെ നേതാവ് അവർ കൊണ്ടു നടക്കുന്ന കൊടി അഅ്ലാ ഹസ്രത്ത് അഥവാ അവർ അഅ്ലാ ഹസ്രത്ത് എന്ന് വിളിക്കുന്ന ബറേൽവിയുടെ ജാറത്തിലെ കൊടിയുമായിട്ടാണ് അദ്ദേഹം നടക്കുന്നത്. ഭൂലോക കാഫറാക്കൽ വിദ്വാനാണ് ഈ പറയുന്ന അഅ്ലാ ഹസ്രത്ത് എന്ന് പറയുന്ന അഹ്മദ് റസാ ഖാൻ ബറേൽവി എന്ന് കൃത്യമായി തെളിവുദ്ധരിച്ച് ലോഡ് കണക്കിന് തെളിവുകൾ നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞു. മിണ്ടിയോ? ഇല്ലെന്ന് പറഞ്ഞോ? ഇല്ല. സ്വന്തം സംഘടനയിൽ തന്നെ നമുക്കറിയാം KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് കാഫറാണ് എന്ന് ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ എഴുതിയ ലേഖനമടക്കം നമ്മൾ പ്രസ്താവിച്ചു. മറുപടി പറയാൻ കഴിഞ്ഞു? KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടിനെ കാഫറാക്കാൻ വേണ്ടിയിട്ട് ചേട്ടനും അനുജനും കൂടി ഗൂഢയോഗം നടത്തി എന്നത് നമ്മൾ പറഞ്ഞു. മറുപടി പറയാൻ കഴിഞ്ഞോ? ഇല്ലല്ലോ. മാത്രമല്ല ഈ പറയുന്ന മുദബ്ബിറുൽ ആലമായി ഇപ്പോൾ കൊണ്ട് നടക്കുന്ന CM മടവൂർ തന്നെ ഉള്ളാൾ തങ്ങൾ കാഫർ, പിന്നെ CM മടവൂർ തന്നെ ശംസുൽ ഉലമ കാഫറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രസ്താവിച്ചിട്ടുണ്ട് എന്ന ഉള്ളാൾ തങ്ങളുടെ പ്രസ്താവന നമ്മൾ പറഞ്ഞു. അത് പറഞ്ഞ വകയിൽ ഉള്ളാൾ തങ്ങൾ കാഫറാണ് എന്ന് നാട്ടിക പറഞ്ഞിട്ടുണ്ട്. നമ്മളത് വിശദീകരിച്ചു. അപ്പൊ അതിലൊന്നും പിടുത്തമില്ല. അക്കൂട്ടത്തിൽ മുജാഹിദുകൾക്കെതിരെ നടത്തിയ പരിപാടി, ആ പരിപാടിയിൽ വിശ്വാസപരമായ ഒരു കാര്യം, ആദർശപരമായ കാര്യം, നസ്രാണികളുടെ വാദം, ആ വാദം ഉന്നയിച്ചു. അതെന്താ? മരിച്ചവരെ ജീവിപ്പിക്കാൻ ഈസാ നബിക്ക് അല്ലാഹ് കഴിവ് കൊടുത്തിട്ടുണ്ട്. ഏതുപോലെ മുദബ്ബിറുൽ ആലമായി CM മടവൂരിനെ അല്ലാഹ് തെരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് പറയുന്ന അതേ ഒരു കോലത്തിലാണ് മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത് ഈസാ നബിക്ക് അല്ലാഹ് കൊടുത്ത കഴിവാണ്. ആലോചിക്കണം, ചിന്തിക്കണം. പണ്ഡിതന്മാർ വളരെ കൃത്യമായി ഗണ്ണിച്ചൊരു വിഷയമാണത്. അങ്ങനെ ഒരു കഴിവ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് കൊടുത്തിട്ടില്ല. ഈസാ അലൈഹിസ്സലാം ഉഹയിൽ മൗത്ത, ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കും എന്ന് പറഞ്ഞപ്പോ കൂടെ തന്നെ ഇതിനില്ല എന്ന് പറയാൻ കാരണം എന്താണ്? അത് ലാബി ഖുദ്റത്ത് ഈസാ നബിയുടെ കഴിവല്ല എന്ന് തെളിയിക്കാനാണ് അത് പറഞ്ഞത് എന്ന് പണ്ഡിത ലോകം പറഞ്ഞു. ഇനി അങ്ങനെ അത് ഈസാ നബിയുടെ കഴിവാണെന്ന് പറഞ്ഞാൽ ലബത്തുൽ ഇസ്തിദ്ലാൽ, നമ്രൂദിന്റെ മുന്നിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോയി നിന്നുകൊണ്ട് റബ്ബിയല്ലദീ യുഹ്യീ വയുമീത്, എന്റെ റബ്ബ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ് എന്ന് നമ്രൂദിനോട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ റബ്ബ്, ആ റബ്ബ് അള്ളയാണ് എന്നതിന് ദലീലായി കൊണ്ടുവന്നത്, റബ്ബിന്റെ വിശേഷണമായി കൊണ്ടുവന്നത് യുഹ്യീ വയുമീത് എന്നതാണ്. അത് അള്ളയല്ലാത്ത ഏതെങ്കിലും ഒരാൾക്ക് ജീവിപ്പിക്കാനോ മരിപ്പിക്കാനോ കഴിവുണ്ട് എന്ന് വന്നാൽ ലബത്തുൽ ഇസ്തിദ്ലാൽ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന തെളിവ് ബാത്തിലായി പോകും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനല്ലാതെ വേറെ ഒരാൾക്കും അങ്ങനെ ഒരു കഴിവില്ല. ഇത് പണ്ഡിത ലോകം പറഞ്ഞതാണ്, പഠിപ്പിച്ചതാണ്. ഇതിനെതിരായി അമ്പലക്കടവ് ഒരു വാദം ഉന്നയിച്ചു. നമ്മളിപ്പോൾ സത്താർ പന്തലൂരിനെ തുഹ്ഫ വായിക്കാൻ വിളിച്ചതുപോലെ നമ്മൾ പറഞ്ഞു, അമ്പലക്കടവ് ഫൈസി മുന്നോട്ട് വാ, നിങ്ങൾക്ക് സംവാദ പൂതിയല്ലേ, ഞങ്ങളിങ്ങനെ സംവാദത്തിന് മുട്ടി നടക്കുകയാണെന്നല്ലേ നിങ്ങൾക്ക് ഇപ്പൊ മുട്ടു, ഞങ്ങൾക്കറിയാം. നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, അല്ലെങ്കിൽ അതിനെ ഒരു കോലത്തിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സംവാദവും ചർച്ചയൊക്കെ വേണമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളെ ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണ്.
ഈ ഷജറകളെ ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത് അമ്പലക്കട ഉഫൈസി വരട്ടെ ഈ വാദം തെളിയിക്കാൻ. ആ വെല്ലുവിളി നടത്തി. ഇപ്പൊ അത് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്താൻ ഇവിടെ വന്നപ്പോഴും ഈ സ്റ്റേജിൽ നിന്നും അത് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. കേട്ടോ, ഇവിടെ നിന്നുകൊണ്ടൊരു പണ്ഡിതൻ പറയുന്ന വാചകം. അതിനിടയ്ക്ക് കോഴിക്കോട് നമ്മുടെ പരിപാടിയിൽ ബഹുമാനൻ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചു. അപ്പോൾ ഈസാ നബി പറഞ്ഞു, ഇനി വഹീൽ മൗത്ത, ഞാൻ മരിച്ചവർ ഹയാത്താക്കും. അല്ലാ, അത് വലിയ വിവാദം ഉണ്ടാക്കിയിട്ട് അനസ് മൗലവി എന്ന് പറയുന്നവരോട് വലിയ നേതാവ് പറഞ്ഞു, സമസ്തക്കാർ സംവാദത്തിന് തയ്യാറുണ്ടോ? നമ്മൾ സുന്നികൾ സംവാദത്തിന് തയ്യാറുണ്ടോ? പരിപാടി നടത്തി നമ്മൾ സംവാദത്തിന് തയ്യാറുണ്ടോ? അന്ന് തന്നെ ഇസ്തിഖാമ പറഞ്ഞു, ഞങ്ങൾ തയ്യാറാണ്. ഇപ്പം ഇങ്ങനെ ഡിമാൻഡ് വെച്ച് നിബന്ധന വെച്ച് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാം. ആ വിളിച്ച വെല്ലുവിളിയുടെ ചൂടുപ്പല്ല. അപ്പം ഇവർ വിചാരം വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന, നമ്മളതിന് പിന്നാലെ കൂടി നോക്കുമ്പോൾ ഇപ്പൊ വേറെ 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 നിബന്ധനകൾ വെച്ചുകൊണ്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഒരു നിബന്ധനയില്ല. നിങ്ങൾ അന്ന് നടത്തിയ പരിപാടി അന്ന് വൈകുന്നേരം ഞങ്ങൾ പറഞ്ഞപ്പോ എന്ത് പറഞ്ഞോ ആ വാചകത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഒരു നിബന്ധനയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു നിബന്ധനയും പറയാനില്ല. ഇവർ പറഞ്ഞ് ഏറ്റെടുത്തു എന്നല്ലേ. ഞങ്ങൾ സുന്നി യുവജന രംഗത്തിനെയല്ല വിളിച്ചത്, അമ്പലക്കട ഫൈസിയെ വിളിച്ചത്. അന്ന് വിളിച്ചപ്പോൾ കൃത്യമായത് പറഞ്ഞിട്ടുണ്ട്. ഇവർ പറഞ്ഞു ലെറ്റർ ഹെഡിൽ തരണം എന്ന് പറഞ്ഞു. നമ്മൾ ലെറ്റർ ഹെഡ് എഴുതി കൊടുത്തു, മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു സംഘടന ലെറ്റർ പേഡ് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. അതിന്റെ ഒരു ഘടകം തന്നെ ഏറ്റെടുത്തു. എന്നിട്ട് ഔദ്യോഗികമായി ഞങ്ങൾ കൊടുത്തു 3 തീയതികൾ. ഒന്ന് 3-ാം തീയതി, 5-ാം തീയതി, 7-ാം തീയതി. ഈ 3 ദിവസങ്ങളിൽ അമ്പലക്കട ഉഫൈസിക്ക് പറ്റുന്നൊരു തീയതി അറിയിച്ചോ എന്ന് പറഞ്ഞു. എവിടെ അമ്പലക്കട ഉഫൈസി? ഞങ്ങൾ കാണുന്നില്ലല്ലോ. അമ്പലക്കട ഉഫൈസി എവിടെ? അദ്ദേഹമല്ലേ പറഞ്ഞത് വിശുദ്ധ ഖുർആനിലെ ആയത്തോതിയിട്ട് മരിച്ചവരെ ജീവിപ്പിക്കാൻ ഈസാ നബിക്ക് കഴിവ് കൊടുത്തു. അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് ഈസാ നബി മരിച്ചവരെ ജീവിപ്പിക്കുന്നു. അങ്ങനെ കഴിവ് ഈസാ നബിക്കുണ്ട്. കാര്യകാല ബന്ധത്തിന് അതീതമായി മരിച്ചവരെ ജീവിപ്പിക്കാൻ ഈസാ നബിക്ക് കഴിവുണ്ട് എന്നൊക്കെ വാചകം അടിച്ചു പോയ അമ്പലക്കടവിനോട് നമ്മൾ പറഞ്ഞു, നിങ്ങൾ വാ, നിങ്ങളുടെ കയ്യിലുള്ള കിതാബും കൊണ്ടുവാ, ആയത്തും കൊണ്ടുവാ, ഹദീത്തും കൊണ്ടുവാ, തെളിവും കൊണ്ടുവാ. നമ്മൾ പരസ്യമായി വെല്ലുവിളിച്ചു. അത് വാചികമായി തന്നെ നമ്മൾ പറഞ്ഞതാ, പ്രഖ്യാപിച്ചതാണ്, ലോകം മുഴുവൻ കേട്ടതാണ്. അത് പ്രത്യേകം അദ്ദേഹം അറിയാൻ വേണ്ടി, മറ്റുള്ളവരും അറിയാൻ വേണ്ടി പ്രസിദ്ധീകരിച്ചതാണ്. അതുപോരാ, ലെറ്റർ ഹെഡിൽ വേണമെന്ന് പറഞ്ഞു. നമ്മൾ ലെറ്റർ ഹെഡിൽ എഴുതി കൊടുത്തു. അതിലെ വാചകങ്ങൾ ക്രമീകരിച്ചു. പിന്നെ നോക്കുമ്പോ ഇത് ഞങ്ങൾക്കറിയില്ല, നിങ്ങൾക്കറിയില്ലെങ്കിൽ വന്നു നോക്കിക്കോ എന്ന് പറഞ്ഞു. അഡ്രസ് അയച്ചു കൊടുത്തു. നിങ്ങൾ വരൂ എന്ന് പറഞ്ഞു. കണ്ട് ബോധ്യപ്പെടൂ എന്ന് പറഞ്ഞു. ഇത് എവിടെയാണ്, എവിടെ നിന്നാണ് ഈ കത്ത് വന്നത് എന്നുള്ളത് ബോധ്യപ്പെടൂ എന്ന് പറഞ്ഞു. മനസ്സിലാക്കണം, ഇവരിങ്ങനെ തരികിടയുമായി മുന്നോട്ട് പോവാൻ. ഞാൻ വിളിച്ച വിളിയിൽ ഇന്നും ഉറച്ചു നിൽക്കുകയാണ്. എന്താണ് വെല്ലുവിളിച്ചത്? ഏറ്റെടുത്ത് അമ്പലക്കട ഫൈസിയെ വാദപ്രതിവാദത്തിന് കൊണ്ടുവന്ന് നിർത്തേണ്ട ബാധ്യത തീർച്ചയായും നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സംവാദത്തിന് വേദി ഒരുക്കണം. അന്ന് പറഞ്ഞ വാചകം ഒന്നുകൂടി കേട്ടോ. സാധിക്കുകയില്ല എന്നുള്ളത് പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇസ്ലാമികമായി ദീനിയായ വിഷയങ്ങളിൽ, തൗഹീദിൻ്റെതായ വിഷയങ്ങളിൽ ഇവർ ധരിച്ചു വച്ചിരിക്കുന്ന ധാരണകൾ എത്രമാത്രം അബദ്ധമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു ഉദാഹരണം കൂടി കേട്ടോളൂ. അത് പറയുന്ന നമ്മുടെ അമ്പലക്കട ഫൈസിയാണ്. അദ്ദേഹം പറയട്ടെ. മഹാനാ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഹബീബായ നബിയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നേരിട്ട് പറഞ്ഞതാണ്, മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും. മരിച്ചവരെ ജീവിപ്പിക്കേ. അള്ളാഹു അല്ലേ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ള ആൾ? മനുഷ്യ കഴിവിന് അതീതമല്ലേ മരിച്ചവർ ജീവിപ്പിക്കൽ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ലേ മരിച്ചവർ ജീവിപ്പിക്കൽ? അഭൗതികമായ കഴിവല്ലേ മരിച്ച മനുഷ്യനെ ജീവിപ്പിക്കൽ? അങ്ങനെ ജീവിപ്പിക്കാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നല്ല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. കൊണ്ടുവരും മരിച്ച ആൾക്കാർ വഹീൽ മൗത്താബി ഇതില്ല, മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കാം. അള്ളാഹ് എനിക്ക് കഴിവ് തന്നിട്ടുണ്ട്, ഞാൻ ജീവിപ്പിക്കാം. എത്ര ആളുകൾ ഇസ്ലാമിന്റെ കൊണ്ടുവന്നു മരിച്ചവർ ജീവിപ്പിക്കുന്ന സംഭവം തഫ്സീറുകൾ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു കിഴവി ഇത് പറഞ്ഞപ്പോ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സമീപിച്ചു. എനിക്ക് ആ ഒരു മോനുണ്ടായിരുന്നത് ഈസാ നബി. ആ മോന് മരിച്ചുപോയി. എൻ്റെ എല്ലാ ആശ്രയം അവനായിരുന്നു, എല്ലാ അവലംബമായിരുന്നു. എന്താ ചെയ്യാ, ഒന്ന് ജീവിപ്പിച്ചാൽ നന്നായിരുന്നു പറഞ്ഞു. എവിടെ മോന് വെച്ചു? ഇപ്പൊ മയ്യത്ത് കൊണ്ടുപോകുന്നുണ്ട് പറഞ്ഞു. മയ്യത്ത് കട്ടിലേക്ക് കൊണ്ടുപോകുക. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ ജീവിപ്പിച്ചു.
അദ്ദേഹം മയ്യത്ത് കട്ടിൽ എഴുന്നേറ്റിരുന്നു. ഡ്രസ്സൊക്കെ മാറ്റി താഴെ ഇറങ്ങി ആ കട്ടിൽ നിങ്ങൾ പിരിഞ്ഞു കൊണ്ടുവരെ മയ്യത്ത് ഇട്ട് മൂപ്പന്നെ തോൾ വെച്ച് തിരിച്ച് വീട്ടിലേക്ക് പോരും ചെയ്തു. നിഷേധിക്കാൻ സാധിക്കോ? വഹിയിൽ മൗത്ത ബിഇദ്നില്ല, ഖുർആനാണ്. മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കുമെന്ന് നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. മനുഷ്യ കഴിവിന് അതീതമല്ലേ? ഇങ്ങനെ കഴിവ് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ശിർക്കാവുമോ കുഫ്റാവുമോ? അങ്ങനെയെങ്കിൽ ആരെയൊക്കെ നിങ്ങൾ കാഫിറാക്കണം, മുശ്രിക്കാക്കണം? ഇത് അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കും ഇത്തരത്തിലുള്ള കഴിവുകൾ സർവ്വസാധാരണമാണ്. പഴയ കാലത്തേക്കൊന്നും പോകേണ്ടതില്ല. അഭിവന്ദനായ ഷംസ്, പഴയ കാലത്തേക്കൊന്നും പോകണ്ട, പുതിയ കാലത്ത് നിന്ന് നമുക്ക് വർത്താനം പറയാം. ഇതാണോ നിങ്ങളുടെ അഖീദ? ഇതാണോ നിങ്ങളുടെ വിശ്വാസം? ഇവിടെ അമ്പലക്കടവ് ഫൈസി അവതരിപ്പിച്ച ഈ വാദം, ആ വാദം സമർത്ഥിക്കാൻ അദ്ദേഹത്തെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തെ ഞങ്ങൾ ക്ഷണിക്കണം. ഏതായാലും നിങ്ങൾ ഒരുങ്ങി ഇറങ്ങിയതാണല്ലോ, ഒരു സംവാദത്തിന് നിങ്ങൾ കരാർ എഴുതി പോയിട്ടുണ്ടല്ലോ. ഇതാ ഈ ഒരു വിഷയത്തിൽ അമ്പലക്കടവ് ഫൈസിയും ഇതാ രണ്ടാമത് സംവാദത്തിൽ ഒരുങ്ങിക്കൊള്ളുക. നിങ്ങൾ ഇപ്പോൾ ഈ വാദിച്ച വാദം അഹ്ലുസുന്നയുടെ വാദമാണോ? നിങ്ങൾ ഈ വാദിച്ച വാദം ഇസ്ലാമികമായ വാദമാണോ? മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവ് അള്ളാഹു ഈസാ നബിക്ക് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയാണോ? അങ്ങനെ കഴിവ് ഈസാ നബിക്ക് കൊടുത്തിട്ടുണ്ടോ? ആ കഴിവ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഴിവാണോ? അങ്ങനെയാണല്ലോ നിങ്ങൾ സമർത്ഥിച്ചത്. അങ്ങനെ ആ കഴിവ് കൊടുത്തിട്ടുണ്ട്. അഭൗതികമായ കഴിവ്, ആ രൂപത്തിലുള്ള കഴിവ്, ഈ രൂപത്തിലുള്ള കഴിവ് ഈസാ നബിക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട് എന്നാണ് നിങ്ങൾ വാദിച്ചത്. ശരി, ഈ വിഷയം നിങ്ങൾ ഈ പറഞ്ഞ ഈ കമന്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വാദം, നിങ്ങളുടെ ഈ വിശ്വാസം അബദ്ധവിശ്വാസമാണ് എന്ന് മുജാഹിദുകൾ തെളിയിച്ചരാ. ഇന്നത്തെ വകക്ക് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഗിഫ്റ്റാണ്. ഇന്ന് രാവിലെ ഷജറകൾ നടത്തിയ പരിപാടി പ്രകാരം നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന ഗിഫ്റ്റാണ്. പിടിച്ചോ, അമ്പലക്കടവ് ഫൈസ് വരട്ടെ. 3 മണിക്കൂർ മതി, അധിക നേരം വേണ്ട. 3 മണിക്കൂർ. ആ 3 മണിക്കൂറിൽ വളരെ കൃത്യമായി നിങ്ങൾ ഈ വാദിച്ച വാദം സമർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയോ? ഇത് ഇസ്ലാമികമാണ്, ഇത് ഖുർആനികമാണ് എന്ന് പറയാൻ കഴിയോ? അത് ഈസാ നബിയുടെ കഴിവാണ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. അത് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഴിവാണ് എന്ന് വന്നാൽ നിങ്ങൾ വളരെ കൃത്യമായി ശിർക്കിന്റെ വാദമുള്ള ആളാണ് എന്ന് ഇസ്ലാമിക ലോകത്ത് നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരെ കൊണ്ട് ഞങ്ങൾ തെളിയിച്ചു തരാൻ തയ്യാറാണ്. 3 മണിക്കൂർ കൊണ്ട് അതിൽ നമുക്ക് വിഷയം അവതരിപ്പിക്കാം, ബാക്കി മുഴുവനും ചോദ്യോത്തരമാക്കാം. എന്നിട്ട് ഈ വിഷയം മാത്രം നിങ്ങൾ ഈ പറഞ്ഞ കമന്റ് അത് ദീനിയായി ഇസ്ലാമികമായി തെളിയിക്കാനുള്ള നട്ടെല്ല് അമ്പലക്കടവിനുണ്ടോ എന്ന് അമ്പലക്കടവിനുണ്ടോ എങ്കിൽ 3-ാം തീയതിയും 5-ാം തീയതിയും 7-ാം തീയതിയും അമ്പലക്കടവ് ഫൈസിക്ക് ഈ 3 തീയതിയിൽ സൗകര്യപ്പെടുന്ന തീയതി മനസ്സിലാക്കണം. സ്ഥലം അമ്പലക്കടവിന് വരാൻ കഴിയുന്ന, എളുപ്പത്തിൽ വരാൻ കഴിയുന്ന അമ്പലക്കടവിലോ കരുവാരക്കുണ്ടിലോ. ഞങ്ങൾ അങ്ങോട്ടേ ഇല്ലാന്നാ പറഞ്ഞ്. കാര്യം അദ്ദേഹം വണ്ടിയും കയറി വന്ന് വിഷമിക്കണ്ട, ഞങ്ങൾ വണ്ടി കയറി അങ്ങോട്ട് വരാം. ഇദ്ദേഹം ഈ പറഞ്ഞ വാദം അത് അദ്ദേഹം തെളിയിക്കണം. 3 മണിക്കൂർ സംവാദം, 3 മണിക്കൂർ. ഹക്ക് ജയിക്കണ്ടേ? ചില ആളുകൾ പേഴ്സണലായിട്ട് മെസ്സേജ് സത്യം ജയിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് വന്ന ആൾക്കാർ ഇപ്പൊ കാണില്ല. ഇപ്പൊ തിരിച്ച് നമ്മൾ അവരോട് ചോദിക്കുക, സത്യം ജയിക്കണ്ടേ, ഹക്ക് ജയിക്കണ്ടേ? ഇത് ഇസ്ലാമികമായ വാദമാണോ? മരിച്ചവരെ ജീവിപ്പിക്കാൻ ഈസാ നബിക്ക് അല്ലാഹു കഴിവ് കൊടുത്തിട്ടുണ്ട്. അവരുടെ നേതാക്കൾ തന്നെ അവരുടെ കിതാബുകളിൽ എഴുതി വെച്ച ആശയത്തിനെതിരാണ് അവർ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ കൊണ്ട് ഇത് ഇസ്ലാമിക വിരുദ്ധമായ വാദമാണ് എന്ന് ഞങ്ങൾ അങ്ങോട്ട് തെളിച്ചരാന്ന് പറഞ്ഞേ. മനസ്സിലാക്കണം. അപ്പോ നേരത്തെ പറഞ്ഞില്ലേ, ആര്? നമ്മുടെ റഹ്മത്തുള്ള ഖാസിമി. അദ്ദേഹം എന്താ പറഞ്ഞത്? നിങ്ങൾ ഈ സുന്നത്ത് ജമാഅത്ത് അതുമായി ബന്ധപ്പെട്ട് പോയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ പേര് SYS എന്നല്ല, നപുംസകം. എന്താ നപുംസക യുവജന സംഘമോ? വെറുതെ നിങ്ങൾ ആ ചീത്തപ്പേര് വാങ്ങാൻ നിൽക്കണ്ട. അതുകൊണ്ട് ആ അമ്പലക്കടവിന് വിളിച്ചിട്ട് വരിക. ഈ 7-ാം തീയതി ഉണ്ട്. ഇനി അതല്ല, നിങ്ങൾ ഒരു തീയതി കൂടി, 3 തീയതി ഞങ്ങൾക്ക് പറ്റില്ല മൗലവി, ഞങ്ങൾക്ക് പറ്റുന്ന മറ്റൊരു തീയതിയാണ്. കാര്യം അമ്പലക്കടവ് ഉസ്താദ് ഒരുപാട് തിരക്കുള്ള ആളാണ്, അതുകൊണ്ട് മറ്റൊരു തീയതി ഇത് അമ്പലക്കടവിന് സൗകര്യപ്പെട്ടത് ഇതാന്ന് പറഞ്ഞു തന്നാൽ ഞങ്ങൾക്കത് മതി. എത്രയും വേഗം നടക്കണമെന്നേ ഉള്ളൂ, നമുക്കത് എത്രയും വേഗം നടക്കണമെന്നേ ഉള്ളൂ. അത് ഇത് ഞങ്ങൾ കൃത്യമായി സ്ഫുടമായി മലയാള ഭാഷയിൽ ആടൊറ്റക്കും കേൾക്കുന്ന രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി അതല്ല, അവർക്കത് എഴുതി ഒരു ലെറ്റർ ഹെഡിൽ ഒരു സംഘടനയുടെ കീഴിൽ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് 1 അല്ല 2 കത്ത് ഞങ്ങൾ എഴുതി കൊടുത്തു കഴിഞ്ഞതാ. എന്നിട്ട് ഇവിടെ വന്ന് പറയണെന്ത്, ഞങ്ങൾ വന്നിട്ടില്ല പോലും. ഇപ്പോഴുണ്ടോ അമ്പലക്കടവ് പൈസി? ഇന്ന് രാത്രിയുണ്ടോ ഞങ്ങൾ ഈ വിഷയം സംവദിക്കാൻ? 3 മണിക്കൂർ ഇന്ന് രാത്രി അദ്ദേഹം മാറ്റിവെച്ചാൽ ഞങ്ങൾക്ക് ഇത് റെഫർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ നോക്കി പഠിച്ചു വെച്ചതാ, ഞങ്ങൾ മനസ്സിലാക്കി വെച്ചതാ. ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് റെഡിയാണ്. അമ്പലക്കടവ് പൈസ ഹാജരാകണം ജീവനോടെ.
അദ്ദേഹവുമായി ഈ വിഷയം നമ്മൾ സംവദിക്കും. എന്നിട്ട് ഇവിടെ വന്ന് ഇദ്ദേഹം പ്രസംഗിച്ച് ഇവിടെ വന്ന് പ്രസംഗിച്ച ആൾ പറയണത് എന്താ? അദ്ദേഹം പറഞ്ഞു കേട്ടോളൂ. ഇവിടെ വന്ന് പ്രസംഗിച്ചൊരു ഉസ്താദ് പറയാണ്, ഈസാ നബിക്ക് കഴിവുണ്ടോ ഇല്ലേ എന്നുള്ളത് അത് നമുക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കണമെന്നുണ്ട്. ഞാൻ അതിവിടെ പറയണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അത് ഞാൻ ഒരു സംവാദത്തിന് വരികയാണെങ്കിൽ അപ്പം നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാന്നുള്ള എനിക്കിപ്പോൾ തൽക്കാലം ഞാനത് ഹൈഡായിട്ട് വെക്കുകയാണ്. അത് കൃത്യമായിട്ട് 1 ഖുർആൻ വെച്ചിട്ട് 2 ഹദീസുകൾ വെച്ചിട്ട് 3 അഇമ്മത്തിന്റെ ഇബാറത്തുകൾ വെച്ചിട്ട് 4 നിങ്ങൾ ഉദ്ധരിച്ച ഇബാറത്തുകളെ കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കാം. ഇതൊക്കെ ഉണ്ടായിട്ടാ മോനെ നിങ്ങൾ അരിച്ചേക്ക. ഇത് ആ പാവ അമ്പലക്കടവിന്റെ കയ്യിലിട്ട് കൊടുത്താ പോരെ? ഇവിടെ വന്നിട്ട് ഈ സ്റ്റേജിൽ പറയണത് എന്റെ കയ്യിൽ ആയത്തുണ്ട്, ഹദീസുണ്ട്, പണ്ഡിതന്മാർ ഉദ്ധരണിയുണ്ട്, അതുപോലെ നിങ്ങളുടെ കിതാബുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ പറയണില്ല, സംവാദത്തിന് വരട്ടെ. ഇത് ആ അമ്പലക്കടവിന്റെ കയ്യിലേക്ക് കൊണ്ട് കൊടുക്കുക. എന്നിട്ട് വഹാബികൾ അങ്ങോട്ട് എന്തെടുക്കുക, തോൽപ്പിച്ചിനി ഒരിക്കലും വഹാബികൾ ഇവിടെ എഴുന്നേറ്റ് വരരുത്, ആ കൊല്ലത്തിലാക്കുക. അത് ആ അമ്പലക്കടവിനെ അങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്തിട്ട് അമ്പലക്കടവിനെ കൊണ്ടുവന്ന് ഞങ്ങളുടെ മുന്നിൽ ഇരുത്തി തന്നാൽ മതി. തയ്യാറുണ്ടോ? നിങ്ങൾ റെഡിയാണോ? നിങ്ങളുടെ കയ്യിൽ ആയത്തുണ്ടെന്നല്ലേ പറഞ്ഞത്? നിങ്ങളുടെ കയ്യിൽ ഹദീസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? നിങ്ങളുടെ കയ്യിൽ പണ്ഡിതന്മാരുടെ ഉദ്ധരണി ഉണ്ടെന്നല്ലേ പറഞ്ഞത്? നിങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ ബുക്ക് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ കൊണ്ടുവന്നിരുത്തു. ഇത് ആ അമ്പലക്കടവിന്റെ കയ്യിലേക്ക് കൊടുക്കൂ. അമ്പലക്കടവ് ഫൈസിയാണല്ലോ, അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്ന ആളാണല്ലോ, അദ്ദേഹം വന്നിരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ആ വിഷയം 3 മണിക്കൂർ മതി, കൂടുതലൊന്നും വേണ്ട. 2 പേര് വിഷയം അവതരിപ്പിക്കും, 20 മിനിറ്റ്. ബാക്കിയുള്ള സമയത്തിൽ ചോദ്യോത്തരം, അവസാനം 10 മിനിറ്റ് അവലോകനം. വളരെ സിമ്പിളായി നമുക്ക് നടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്ന കാര്യമാണ്. അത് പറ്റൂല, ഞങ്ങൾ ഇസ്തിക്കാമയുണ്ട്, അതാണ് വിഷയം. ഞങ്ങൾ ഇസ്തിക്കാമ എന്നൊരു സാധനം ഉണ്ട്, അവരാണ് സംവാദത്തിന്. നിങ്ങൾക്ക് വേറെ തരാം. ഓരോരുത്തർക്കും ഇപ്പോൾ സത്താർ പന്തല്ലൂരിന് കൊടുത്ത് നിങ്ങൾ ചോദിക്കരുത്, അമ്പലക്കടവിന് കൊടുത്തത് അതും ചോദിക്കരുത്. ഓരോരുത്തർക്കും ഓരോ ദർജ അനുസരിച്ചല്ലേ നമ്മൾ കൊടുക്കുക. ഒരാൾക്ക് കൊടുത്തത് പിന്നെ ഇങ്ങോട്ട് തരണമെന്ന് പറഞ്ഞാൽ നടക്കൂല. സത്താറിന് കൊടുത്തത് സത്താറിന്, അവിടെ സത്താർ ഹാജരാവുക. അമ്പലക്കടവിന് കൊടുത്തത് അമ്പലക്കടവിന്. ഇനി നിങ്ങൾക്ക് വേണോ? നിങ്ങൾക്ക് വേണോ? നിങ്ങൾ ചോദിച്ചു വാങ്ങാണ്. ഇസ്തിക്കാമക്ക് വേണമെങ്കിൽ ഇന്നാ ഇവിടുന്ന് ഒരെണ്ണം തരാ. നിങ്ങൾ തയ്യാറായിക്കോ? നിങ്ങൾക്ക് സംവാദ പൂതിയുണ്ടോ? പൂതി ഉണ്ട് എന്നാ ഇവിടുന്ന് പറഞ്ഞത്. പൂതി ഉണ്ട് എന്നാ ഇവിടുന്ന് പറഞ്ഞത്. എങ്കിൽ ദാ പിടിച്ചോ, നിങ്ങൾക്കുള്ള സംവാദം, മലപ്പുറത്ത് വെച്ച് സംവാദം, ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംവാദം, നിങ്ങൾ നടത്തിയിടത്ത് വെച്ചുകൊണ്ട് തന്നെ സംവാദം. നിങ്ങൾക്കുള്ള വിഷയം പിടിച്ചോ. ഇസ്തിക്കാമക്കാർക്കല്ല സംവാദത്തിന്റെ പൂതി, അവർക്കുള്ള വിഷയമാണ് നമ്മൾ കൊടുക്കാൻ പോണത്. പ്രിയപ്പെട്ട ഉമ്മ ശ്രദ്ധിച്ചു കേട്ടോ. ശംസുലമയെ പാതിരി വെല്ലുവിളിക്കുകയാണ്. നിങ്ങളല്ലേ പറയാറ് ഉലമാ ഉമ്മത്തി കഅംബിയാഇ ബനീ ഇസ്രായീൽ, എന്റെ സമൂഹത്തിലുള്ള പണ്ഡിതന്മാർ അതാ ബനൂ ഇസ്രായേലിലുള്ള അമ്പിയാക്കളെ പോലെയാണെന്ന് ശംസുലം പറഞ്ഞു. അതേ ഞങ്ങൾ പറയാനുണ്ട്. എന്നിട്ട് എന്താ വേണ്ടത്? ഇദ്ദേഹം ചോദിച്ചു, എന്നാ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു പ്രവാചകനല്ലേ ഈസാ നബി? ശംസുലമ പറഞ്ഞു, അതെ, എന്താ വേണ്ടത്? ഈസാ നബി അലൈഹിസ്സലാം ഞങ്ങളുടെ ഭാഷയിൽ യേശുക്രിസ്തു മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു എന്നത് നിങ്ങളുടെ ഖുർആനിലുണ്ടല്ലോ, ഹദീസിലുണ്ടല്ലോ. ശംസുലമ പറഞ്ഞു, അതെ, തർക്കമില്ലല്ലോ, എന്താ വേണ്ടത്? ഇദ്ദേഹം അതാ ചോദിക്കുന്നു, ആ ഈസാ നബിയാകുന്ന പ്രവാചകന്റെ അനന്തരാവകാശിയായ പണ്ഡിതനാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു മനുഷ്യ ശരീരത്തെ അതാ മരിച്ചതിന് ശേഷം ജീവിപ്പിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ശംസുലമയെ വരട്ടാൻ, ഉത്തരം മുട്ടിക്കാൻ, പരിഹസിക്കാൻ, പരാജയപ്പെടുത്താൻ വായ സാമർഥ്യവുമായി രംഗത്ത് വന്ന പാതിരിയുടെ ചോദ്യത്തിനു മുമ്പിൽ ഒരൽപ്പം ശംസുലമ അങ്ങ് തലതാഴ്ത്തുകയാണ്. എന്നിട്ട് ധൈര്യത്തോടെ, നെഞ്ചുറപ്പോടെ, ചങ്കുറപ്പോടെ പറയുന്നു, ധൈര്യമുണ്ടെങ്കിൽ ഒരു ജഡത്തെ കൊണ്ടുവാ, ഒരു മയ്യത്തിനെ കൊണ്ടുവാ, ഞാൻ ജീവിപ്പിച്ചു തരാ. ധൈര്യണ്ടോ? മയ്യത്തിനെ കൊണ്ടുവാ, ജീവിപ്പിച്ചു തരാ. സദസ് മൊത്തം കെട്ടുകയാണ്. ഹലോ, ഒരു ജഡം കൊണ്ടുവന്നിട്ട ഷെയ്ഖോനെ എന്താ കാട്ടുക ആളുകളെ? കാരണം അതെന്തെങ്കിലും കാണിച്ചാൽ കേരളത്തിലെ ആദ്യത്തെ അനുഭവമായിരിക്കും അത്. എന്തായിരിക്കും ഉണ്ടാവുക എന്ന ഭീതിയിൽ എല്ലാവരും തരിച്ചിങ്ങനെ നിൽക്കുമ്പോ പാതിരിക്ക് എവിടുന്ന പെട്ടെന്ന് മയ്യത്തിനെ കിട്ടുന്നു. മൂപ്പരെ മയ്യത്താക്കിയിട്ട് വേറെല്ലാവരെ കൂടി കൊണ്ടുവരുന്നത് എന്താ ചെയ്യാന്ന് നിൽക്കുക. ശംസുൽ പറഞ്ഞു, മയ്യത്ത് കൊണ്ടുപോവാ, ഞാൻ ജീവിപ്പിച്ചില്ല. അത് ഈ സമൂഹത്തിനുള്ള ഒരു പാഠമാണ്.
മയ്യത്ത് കൊണ്ടുപോവാൻ ഞാൻ ജീവിപ്പിച്ചത്. അയാളെ കൊണ്ടുവന്നിട്ടില്ല. ശ്വാസമസം സന്തോഷത്തോടെ ആവേശം കൊണ്ട് തക്ബീർ ചൊല്ലി തിരിഞ്ഞു. അവസാനം ശംസുൽമയുടെ അടുത്ത് 1-2 ആളുകൾ ചോദിച്ചു, അല്ല ഷെയ്ഖുന, ആ പാതിരി പറഞ്ഞത് ശരിയാണ്, ഒരാളാണ്ട് തച്ച് വന്നിട്ടെങ്കിലും ഒരു മയ്യത്ത് സംഘടിപ്പിച്ച എന്താ ഷെയ്ഖുന ചെയ്യുക? ആ പാതിരി ഒരു മയ്യത്ത് എങ്ങനെ കൊണ്ടുവന്നാൽ എന്താ ചെയ്യാ? ശംസുലും പറഞ്ഞു, എടാ ഞാൻ പറഞ്ഞതല്ലത്, അത് എന്നോട് മുസ്തഫ നബി പറഞ്ഞതാണ്, പറഞ്ഞോളി ഞങ്ങളൊപ്പം. അത് ഞാൻ പറഞ്ഞതല്ല, അത് എന്നോട് മുസ്തഫ നബി പറഞ്ഞതാണ്. നിങ്ങൾ പറഞ്ഞോ മോനെ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, അതുകൊണ്ട് എന്റെ കൂടെ മുസ്തഫ നബി ഉണ്ട് എന്ന വിശ്വാസത്തില് തങ്ങളുപ്പാപ്പ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് പൊന്നെ എന്ന് ശംസുൽ ഉലമ പറഞ്ഞുവെങ്കിലോ ചൊല്ലിക്കോ വലിയുല്ലാഹി ആരിഫുല്ലാഹി ശൈഖുനാ ശംസുൽ ഉലമ. നമ്മുടെ SKSSFകാരിൽ ഇസ്തിഖാമക്കാർക്കുള്ള സംവാദ വിഷയം തന്നത് ഇതാ സ്റ്റേജ്, ഇതാ ഇവിടെ തന്നെ. നിങ്ങൾ ഇവിടുന്നാണല്ലോ വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് വേണം, ഇവിടുന്ന് അങ്ങോട്ട് തരും. തെളിയിക്കണം. ഇത് വെല്ലുവിളിയാണ്, സംവാദത്തിലുള്ള വെല്ലുവിളിയാണ്. തെളിയിക്കണം. ഇത് എവിടെ നടന്നു ഇങ്ങനൊരു സംഭവം? എവിടെ നടന്നു ഇങ്ങനൊരു സംഭവം? ഏതു പാതിരിയുടെ മുന്നിൽ ഇങ്ങനൊരു സംഭവം നടന്നു? ഏതു പാതിരി നിങ്ങളെ വെല്ലുവിളിച്ചു? ശംസുൽ ഉലമ ഇങ്ങനെ ഒരു മറുപടി എപ്പോൾ പറഞ്ഞു? ശംസുൽ ഉലമയുടെ മുന്നിൽ നബി തങ്ങൾ വന്നിട്ട് വിളിച്ചോ, ഞാൻ ജീവനിടിച്ചു തരാമെന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞ സംഭവം എവിടെ നടന്നു? ഇത് തെളിയിക്കണം. നിങ്ങൾ സംവാദത്തിന് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് നിങ്ങളെ. ഇസ്തിഖാമയെ നിങ്ങൾക്കുള്ള വിഷയമാണ്. തോത് അളന്നിട്ട് ഓരോരുത്തർക്ക് തരിക. കാന്തപുരം സമസ്തക്കാരൻ അവന് കൊടുത്തില്ലേ മുദബ്ബിറുൽ ആലം, ഓൻ അതാ കൊടുക്കണ്ടേ. വ്യാജമുടി അവനുള്ളത് അതവിടെ കൊടുക്കും. പാഞ്ഞില്ലേ മുന്നിലുണ്ടോ? ഈ സമസ്തക്കാരൻ ഈ റബിയുൽ അവ്വലിലും മുടിയിട്ട വെള്ളം കൊടുക്കുന്നുണ്ട്. മൗലിദുൽ അക്ബർ എന്ന് പറഞ്ഞിട്ട് വ്യാജകേശം കൊണ്ടുവന്ന റസൂലുള്ളാഹിന്റെ പേരിൽ കളവ് പറഞ്ഞെന്ന് മാത്രമല്ല, മുസ്ലിമീങ്ങളുടെ ഈമാൻ കൊള്ളയടിച്ച് റിസാലത്തിൽ കുഫ്ർ വരുത്തി. ആ മുടിയുടെ ഉടമയാണ് ഖാത്തിമുൽ അംബിയ എന്ന കള്ളപ്രചരണം നടത്തി. റിസാലത്തിൽ കുഫ്രിന്റെ വാദം ഉന്നയിച്ച് കടന്നു വന്ന കാന്തപുരം സുന്നികളെ ഞങ്ങൾ അളന്നു കുറിച്ചാ കൊടുത്തത് വ്യാജമുടി. വാദപ്രതിവാദത്തിന് എന്ന് പറഞ്ഞത് മുദബ്ബിറുൽ ആലമാണ് സിയം മടവൂർ എന്ന കാന്തപുരം സമസ്തയുടെ വാദം ഇസ്ലാമിക വിരുദ്ധമാണ്, ഖുർആൻ വിരുദ്ധമാണെന്ന് തെളിയിക്കാം. അവർക്കുള്ളത് അവിടെ അളന്നു കൊടുത്തു. അമ്പലക്കടവിനുള്ളത് കോഴിക്കോട്ട് നിന്ന് അളന്നു കൊടുത്തു. സത്താറിനുള്ളത് സ്പെഷ്യലായ ഒരു പാത്രത്തിൽ അവന് തുഫ വെച്ച് അളന്നു കൊടുത്തു. ഇനി ഇസ്തിഖാമക്ക് വേണോ? നിങ്ങളുടെ സ്റ്റേജിൽ നിരന്തരമായി രംഗത്ത് വരുന്ന ഈ മുസ്ലിയാര് പ്രസംഗിച്ചത് നബിയുടെ പേരിൽ പറഞ്ഞ കളവ്, കേരള ചരിത്രത്തിൽ പറഞ്ഞ കളവ്, ഏതോ പാതിരി ആ പാതിരിയുടെ പേരിൽ പറഞ്ഞ കളവ്, ഇതെവിടെ നടന്നു? ഇതെപ്പോൾ നടന്നു? ഈ നുണ വർഷങ്ങളായി നിങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുന്നു. ഈ കളവ് നിങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു സംവാദം നടന്നതായി തെളിയിക്കാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ഇതിനിപ്പോ കിതാബ് നോതണ്ടല്ലോ, നിങ്ങൾക്ക് ചെറിയ സംഗതി. നിങ്ങൾ വന്നോ, ഡേറ്റ് പറഞ്ഞോ, സംവാദത്തിന് തീയതി പറഞ്ഞോ. ഈ സംഭവം എവിടെ എപ്പോൾ നടന്നു എന്നുള്ളത് നിങ്ങൾ തെളിയിക്കണം. അതിനുള്ള രേഖ നിങ്ങൾ ഹാജരാക്കണം. ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല. ഈ പറഞ്ഞത് പച്ച നുണയാണ്. ഇത് റസൂലുള്ളാഹിന്റെ പേരിൽ പറഞ്ഞ നുണയാണ്. ഇത് ശംസുൽ ഉലമാന്റെ പേരിൽ പറഞ്ഞ നുണയാണ്. ഇത് കേരള ചരിത്രത്തിൽ പറഞ്ഞ നുണയാണ്. ഇത് മുസ്ലിം ഉമ്മത്തിന്റെ പേരിൽ പറഞ്ഞ നുണയാണ് എന്നുള്ളത് ഞാൻ തെളിയിച്ചു തരും. നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ ധൈര്യമുള്ള ഈ പറയുന്ന ഇസ്തിഖാമക്കാരനുണ്ടെങ്കിൽ വല്ലാത്ത സംവാദ പൂതിയാണല്ലോ പറഞ്ഞത്. ഇവിടെ പ്രസംഗം അവസാനിക്കാൻ പോണ നേരത്ത് ഈ മലപ്പുറത്തുള്ള SK നേതാവ് അദ്ദേഹത്തിന്റെ ഒരു ആവശ്യം പറയും. നിങ്ങൾ കേട്ടോളൂ, ചെവിയിൽ പറഞ്ഞ് പറയിപ്പിക്കാൻ അത്ര കേട്ടുള്ളൂ. എന്തായിരുന്നു അത്? ഓക്കെ, എൻസബേസി പറയണത് കുറേ ഇഞ്ഞും പറയാണ്ട്, നമുക്കിഞ്ഞ് വേണ്ടിയെന്ന് ഒന്നുകൂടി പറയണം ഇൻഷാ അല്ലാ. അതല്ലെങ്കിൽ പിന്നെ പറച്ചിലൊഴിവാക്കിയിട്ട് മറ്റൊരു ടീം കൂടി തയ്യാറാകുകയാണെങ്കിൽ ജില്ലാ കമ്മിറ്റി നിർത്തുന്ന ഒരു സംവാദം വേണം തരണത്. അതിൽ ഇടവണ്ണൊരു സംവാദം ഉണ്ട്, കുറച്ച് സംവാദം നടക്കട്ടെ, അപ്പോൾ തന്നെ ശരിയാകും. നടക്കട്ടെ, ഒന്നെല്ലാം ശരിയാക്കാം. നമുക്ക് സംവാദം തുടരെ നടക്കട്ടെ. മലപ്പുറംകാർക്ക് ഇവിടുത്തെ SKക്കാർക്ക് ഒരു സംവാദം നടത്താൻ വല്ലാതെ പൂതിയുണ്ട് അത്രേ. ആയിക്കോട്ടെ, നിങ്ങൾക്കുള്ള സംവാദം ഈ തന്നത്.
നിങ്ങൾക്കുള്ള സംവാദ തന്നത്. ഇത് പരസ്യമായി ഞങ്ങൾ വെല്ലുവിളിച്ചതാണ്. ഈ പറഞ്ഞ ആ പ്രസംഗത്തിൽ കേട്ട വാചകം ശുദ്ധമായ നുണയാണ്. ഇതാ ഞങ്ങളുടെ വാദം. അല്ല, അത് ശരിയാണ്. നിങ്ങളെ വാദം ഉണ്ടെങ്കിലും വാദപ്രതിവാദം നടത്തണം, സംവദിക്കണം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ പരസ്യമായി പറയണം അപ്രസംഗിച്ചത് നുണയാണ്, അപ്രസംഗിച്ച നുണയാ, നിങ്ങൾ പരസ്യമായിട്ട് പ്രസംഗിക്കണം. അപ്പോ വളരെ കൃത്യമാണ്. ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ സംവാദ പൂതി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങളെ സാധിച്ചു തരാതെ പോണത് ശരിയല്ലല്ലോ. അപ്പോ ഇത് ഇസ്തിഖാമക്കാരനുള്ള വിഷയമാണ്, ഇസ്തിഖാമക്കാരനുള്ള വിഷയമാണ്. അവരവരുടെ കത്ത്, ആ കത്ത് തന്നിട്ട് ഞങ്ങൾ ആ സ്വീകരിച്ചു എന്ന് പറയാം. ഇനി അതല്ല, ഞാനത് കത്തിലെഴുതി നിങ്ങൾക്ക് തരണമെന്നാണെങ്കിലോ നിങ്ങളത് അറിയിക്കുക. ഞാനത് കത്തിലെഴുതി തരണം എങ്കിൽ അങ്ങനെ എൻ്റെ കൈപ്പടയിൽ കത്തായി തന്നാലേ നിങ്ങൾ സംവാദത്തിനുള്ളതെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഇതാണ് ആവശ്യം. ഈ വിഷയത്തിൽ ഇസ്തിഖാമയുമായിട്ട് സംവാദം. അപ്പോൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. നിങ്ങൾ ഇങ്ങനെ കണ്ണിൽ പൊടിയിട്ട് പോയത് കൊണ്ട് കാര്യമില്ല. ഇത് മുജാഹിദ് പ്രസ്ഥാനമാണ്, ഇത് പോരാടി വളർന്ന പ്രസ്ഥാനമാണ്. ഇതിനെ ഊതിക്കെടുത്താൻ നിങ്ങൾ ചെയ്ത പണികൾ എന്തൊക്കെയാണ്? എന്തെല്ലാം പരിശ്രമം ചെയ്തത്, എന്തെല്ലാം പരിശ്രമം ചെയ്ത് ഇതിനെ ഊതിക്കെടുത്താൻ, ഇതില്ലാതാക്കാൻ വേണ്ടി കല്ലെറിഞ്ഞു, കൂക്കി വിളിച്ചു, ബഹളം വെച്ചു, മഹല്ല് വിലക്കി, സലാം പറയേണ്ടെന്ന് പറഞ്ഞു, കൂടെ ഇരിക്കരുതെന്ന് പറഞ്ഞു, കല്യാണത്തിന് വിളിക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ പ്രസ്ഥാനം തളർന്നു പോയിട്ടുണ്ടോ? ഇല്ലാതായി പോയോ? ഇല്ല. നേരെ മറിച്ച് ആദർശം ഒന്നുകൊണ്ട് മാത്രം, തെളിവിന്റെ പിൻബലത്തിൽ അജയ്യമായി മുജാഹിദ് പ്രസ്ഥാനം മുന്നേറി. അവസാനം ഇപ്പൊ നിങ്ങളുടെ ഹോജാക്കന്മാർ തന്നെ പറഞ്ഞില്ലേ, നിങ്ങളുടെ കലാലയങ്ങളുടെ അകത്തളങ്ങളിൽ പഠിപ്പിക്കുന്നവർ പോലും വഹാബികളാണ് അല്ലേ? പരസ്യമായി പ്രസംഗിച്ചില്ലേ? അവർ പോലും വഹാബികളാണ്. 90% സമസ്തക്കാരും ഇപ്പോൾ വഹാബികളായി. അവരുടെ കലാലയത്തിൽ പഠിപ്പിക്കുന്നവർ ഇതാ 90% വഹാബികളായി എന്ന് പരസ്യമായി നിങ്ങൾക്ക് പ്രസംഗിക്കേണ്ടി വന്നില്ലേ? നിങ്ങളെ കൊണ്ട് പോലും ഈ ആദർശത്തെ നിങ്ങളറിയാതെ ഉൾക്കൊള്ളുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച പ്രമാണങ്ങൾ കൊണ്ടാണ്, തെളിവുകൾ കൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ പാണക്കാട് തങ്ങന്മാർക്കെതിരെ ഒന്നും പറയാൻ വന്നതല്ല എന്ന് നുണ പറഞ്ഞു പോയ എസ്കെക്കാരാ. ഷെജറ നേതാവായ ഖാസിമിയുടെ പ്രസംഗം ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബിൽ പോയി നോക്കിയാൽ അത് കേൾക്കാൻ കഴിയും. അവിടെ നേർക്ക് നേരെ പാണക്കാട് തങ്ങളെ ആക്ഷേപിച്ചിട്ടുണ്ട്, പാണക്കാട് തങ്ങളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പാണക്കാട് തങ്ങൾ ഇനി SYSന്റെ അമരത്തിരുന്നാൽ അത് നപുംസക പാർട്ടിയാകൂ എന്നുള്ളത് പച്ചയായി പ്രസംഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെതിരെ ജിഫ്രി തങ്ങൾ രംഗത്ത് വന്നിട്ടില്ലെങ്കിൽ ഈ ജിഫ്രി തങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ ലാനത്തുണ്ട് എന്ന് പരസ്യമായി ഖാസിമി പ്രസംഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കണ്ണിൽ പൊടിയിട്ട് പോകാൻ പറ്റില്ല. ഇവിടെ വന്ന് പല ആളുകളും വലിയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ കാണുന്നുണ്ട് നിങ്ങളുടെ വലിച്ചിൽ. ആ വലിച്ചിൽ കൊണ്ട് കാര്യമില്ല. 2, നിങ്ങൾ KM മൗലവിയുടെ പേരിൽ പറഞ്ഞ ശുദ്ധമായ അപരാധം, KM മൗലവിയുടെ പേരിൽ പറഞ്ഞ ആക്ഷേപം ഇവിടെ വന്നും പറഞ്ഞല്ലോ. എന്നിട്ട് ഹീലത്തുരിബ കൊണ്ടുവരിക. നിങ്ങൾ ആദ്യം ഇത് തീർപ്പാക്ക്, ഹീലത്തുരിബ നമുക്കെടുക്കാം. നിങ്ങൾ എന്താ വിചാരിച്ച ഹീലത്തുരിബയൊക്കെ പറഞ്ഞാലേ ഞങ്ങൾ പാഞ്ഞു കളയുന്നോ? ഹീലത്തുരിബ നമുക്കെടുക്കാം, നമുക്ക് ചർച്ച ചെയ്യാം. കാരണം വെച്ചാൽ എന്താണ് KM മൗലവി എഴുതിയ ഹീലത്തുരിബ എന്ന് പറയുന്ന ആ പുസ്തകം, ആ പുസ്തകത്തിലുള്ളത് മാത്രമല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു ഫൈസി ഉണ്ടല്ലോ, ആ ഫൈസിയുടെ പേര് മുസ്തഫൽ ഫൈസി എന്നാണല്ലോ. ആ മുസ്തഫൽ ഫൈസി മഅറൂഫായത്, അറിയപ്പെട്ടത് പലിശ ഫൈസി എന്ന പേരിലാണല്ലോ. എന്തിന്റെ പേരിലാണ് അദ്ദേഹത്തെ പലിശ ഫൈസി എന്ന പേരിൽ വിളിക്കപ്പെട്ടത്? അദ്ദേഹം ആ പേരിൽ മശഹൂറായത് മനസ്സിലാക്കണം. അതൊക്കെ ഈ ഫിഖിന്റെ കിതാബ് വെച്ചുകൊണ്ട് സംസാരിക്കേണ്ട വിഷയമാണ്. അപ്പോ KM മൗലവിയുടെ ഹീലത്തുരിബ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ആ കത്ത് തന്നെ തീർപ്പാക്കി. ഒന്നിലേക്ക് ചാടല്ല, ഒന്ന് തീർപ്പാക്കി അടുത്തത് നിങ്ങൾ എടുത്തോ. ഈ കത്ത് തീർപ്പാക്കി തുഹ്ഫ വെച്ചത് വായിച്ച് അത് തീർപ്പാക്കിയതിനു ശേഷം നിങ്ങൾ എടുത്ത ഹീലത്തുരിബ നമുക്ക് സംസാരിക്കാം. ആ പുസ്തകം എന്താണ്, ആ പുസ്തകത്തിലുള്ളത് എന്താണ്, നമുക്ക് സംസാരിക്കാം. അവിടെയും പ്രതി നിങ്ങൾ തന്നെയാകൂ, അവിടെയും പ്രതി നിങ്ങൾ തന്നെയാവൂ. ഇവിടെ സത്താർ വന്ന് പറഞ്ഞത് എന്താ? അതേ മുജാഹിദ് പറഞ്ഞാൽ മതി, KM മൗലവിക്ക് തെറ്റുപറ്റി, ഞങ്ങൾ പിന്നെ പ്രശ്നം ഉണ്ടാക്കൂല. ഏതുപോലെ KM മൗലവി പണ്ട് നബിദിനം നടത്തിയിരുന്നു. KM മൗലവി പണ്ട് നബിദിനം നടത്തും. കാരണം എന്താ? KM മൗലവി എന്ന് പറഞ്ഞാൽ ഏതോ മുജാഹിദ് കുടുംബത്തിൽ ഈ KNMന്റെ ജനറൽ സെക്രട്ടറിയുടെ മോനായി വന്ന ആളല്ല. മനസ്സിലാക്കണം. KM മൗലവിയുടെ തല വലിയൊരു തലയെക്കെട്ട് കാണായിരുന്നു അല്ലേ? KM മൗലവി എന്ന് വെച്ചാൽ ഇവിടുത്തെ പള്ളി ദറസിലിരുന്ന് ഓതിപ്പടിച്ചു വന്ന ആളാ, നിങ്ങളുടെ കിതാബ് വായിച്ചു പഠിച്ചു വന്ന ആളാ. അതുപോലെ തന്നെ ഈ പറയുന്ന അശരീ തരീക്കത്ത് പോലെയുള്ള തരീക്കത്തുകൾ പഠിച്ച് അതിൽ ജീവിച്ച് വളർന്നു വന്ന ആളാ. പിന്നീട് ഹക്ക് മനസ്സിലാകുന്നു, അവരുടെ മുന്നിൽ കൃത്യമായ തെളിവുകൾ ഹാജരാകുന്നു, ആ തെളിവുകളിലേക്ക് അവർ മാറിപ്പോകുന്നു. അതാണ് സംഭവിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ മുജാഹിദ് പ്രവർത്തകന്റെയും ചരിത്രം നിങ്ങൾ പോയി നോക്ക്. ഓരോ മുജാഹിദ് പ്രവർത്തനം പറയാണ്ട ഒരു ഇന്നലെയെ കുറിച്ച്
ഒരിന്നലെ കുറിച്ച് അവർക്കറിയാത്ത ആയത്തുകളോ ഹദീത്തുകളോ വിശുദ്ധ ഖുർആനോ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയ, പരമ്പരാഗതമായി അതാണ് ഇതാണെന്ന് പറയുമ്പോൾ ഓരോ കള്ളത്തരീക്കത്തുകാരനും കൊണ്ടുവന്ന് കെട്ടിവെച്ച നിരവധി വ്യാജവാദങ്ങളുണ്ടല്ലോ. ഇന്നും അത് ഈ സമുദായം അനുഭവിക്കുന്നുണ്ടല്ലോ. ഇപ്പറയുന്ന CM മടവൂർ അനല്ലാഹ് എന്ന് പറഞ്ഞു, എന്നിട്ട് അത് ഹിക്കായത്തും മിനല്ലാഹ് എന്ന് പറഞ്ഞു വിട്ടു. ഇങ്ങനെ ന്യായീകരിക്കണേ. എങ്ങനെ? CM മടവൂര് അനല്ലാഹ് എന്ന് പറഞ്ഞു, എന്നുവെച്ചാൽ ഞാനാണ് അല്ലാഹ്. എന്നിട്ട് ചോദിച്ചപ്പോ പറഞ്ഞു ഹിക്കായത്തും മിനല്ലാഹ് എന്ന് പറഞ്ഞു. അത് അല്ലാഹ് എന്നുള്ള ഹിക്കായത്താണ്. അത് രാമൻകുട്ടിക്കും പറഞ്ഞൂടെ? അത് CM മടവൂര് പറഞ്ഞുകൊണ്ട് വല്ല പ്രത്യേകത ഉണ്ടോ? അനല്ലാഹ് എന്ന് രാമൻകുട്ടി. അല്ലടാ ജെപ്പിടാ അള്ളയായത് ചോദിക്കുവാൻ ഞാനല്ല, ഹിക്കായത്തും മിനല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് രാമൻകുട്ടി പറഞ്ഞാൽ വല്ല പ്രത്യേകത ഉണ്ടോ? ഇല്ല. പിന്നെ CM മടവൂര് പറഞ്ഞു, പിന്നെ നിങ്ങൾ എന്താ എടുത്തു ധരിച്ചത്? അപ്പൊ അതിൽ ദുരുദ്ദേശമുണ്ട്. അത് ആളുകളുടെ മനസ്സിൽ അങ്ങനെ ഒരു വിശ്വാസം കടത്തിവിടണമെന്ന ദുരുദ്ദേശം നിങ്ങൾക്കുണ്ട്. മാത്രമല്ല, ആ അനല്ലാഹ്വാദം CM മടവൂര് മാത്രം ഇങ്ങനെ പറഞ്ഞു പോയതല്ല, നേരത്തെ ഹല്ലാജ് പറഞ്ഞു പോയതാണ്. ഇബ്നു അറബിയെ പോലെയുള്ള സൂഫി നേതാക്കൾ പറഞ്ഞു പോയതാണ്. ഇത്തരമുള്ള വിശ്വാസങ്ങളെല്ലാം ഈ ഉമ്മത്തിനിടയിൽ കൊണ്ടുവന്ന് പ്രചരിപ്പിച്ച് അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞ് അത് മുസ്ലിം ഉമ്മത്തിനിടയിൽ പ്രചരിപ്പിച്ച് സ്വാഭാവികമായും അത്തരമൊരു സമൂഹത്തിൽ ജനിച്ചു വളരുന്ന ആളുകൾ അതാണ് ദീനം തെറ്റിദ്ധരിച്ച് അവരെങ്ങനെ ജീവിച്ചു പോകുമ്പോൾ മനസ്സിലാക്കുന്നു മുദബ്ബിറുൽ ആലം ഹുവല്ലാഹ് അൽ അഹദു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഏകനായ സമദായ, അതേ ഒരാളെയും ജനിപ്പിച്ചിട്ടില്ലാത്ത, അതുപോലെ തന്നെ ഒരാളുടെയും പിതാവല്ലാത്ത, അതല്ലെങ്കിൽ ഒരാളുടെയും മകനല്ലാത്ത, അതുപോലെ തന്നെ തുല്യതയില്ലാത്തവനായ ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല. വാപ്പയല്ലവൻ, മകനല്ലവൻ, സമദാണവൻ, അവന് തുല്യമായ ഒരുത്തനുമില്ല. അങ്ങനെയുള്ള അഹദായ ഏകനായ അള്ളയാണ് മുദബ്ബിറുൽ ആലം എന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിൽ അവൻ മുജാഹിദ് പ്രവർത്തകനായി മാറുന്നു, അവൻ സലഫിയായി മാറുന്നു. അതേ സമൂഹത്തിൽ നടമാടുന്ന തരീഖത്തുകാരൻ കൊണ്ടുവന്ന റബ്ബിനെ തന്നെ വെല്ലുവിളിക്കുന്ന മലക്തു ബിലാദല്ലാഹി ശർഖം വ മഗ്രിബാ വഇൻ ശിഅതു അഫ്നൈതുൽ അനാമാ ബിൽഹളതി. CM മടവൂര് ഫ്ലൈറ്റ് തകർക്കും എന്നല്ലേ പറഞ്ഞത്? എന്നാൽ അതേ സംഗതി അതിനേക്കാളും ഗൗരവത്തിൽ മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ എഴുതി വെച്ചില്ലയോ? മലക്തു ബിലാദല്ലാഹി ശർഖം വ മഗ്രിബാ. അല്ലാഹുവിന്റെ ബിലാദുകൾ മുഴുവൻ, അത് മശ്രിഖാണെങ്കിലും മഗ്രിബാണെങ്കിലും ഞാനതിനെ അധീനമാക്കി കളഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എന്റെ ഒറ്റ ഊത്തുകൊണ്ട് അള്ളാഹുവിന്റെ ബിലാദുകൾ മുഴുവനും ഞാൻ തകർത്ത് തരിപ്പണമാക്കുമെന്ന് പറഞ്ഞ മുഹീദ്ദീൻ ശൈഖ് അടക്കമുള്ളവരുടെ പാട്ടുകൾ പാടി നടന്ന ആളുകള് അവർക്ക് മനസ്സിലായി, ഇല്ല അള്ളാഹുവിന്റെ ആ ബിലാദുകളെ അവന്റെ തീരുമാനപ്രകാരമല്ലാതെ ഒരിക്കലും ഒരു നാശവും വരുത്താൻ, അതിലൊരു ഈത്തപ്പന കുരുവിന്റെ പാഴ പോലും അധീനമാക്കാൻ, എന്നിട്ടല്ലേ ബിലാദല്ലാ, എന്നിട്ടല്ലേ ആകാശം, എന്നിട്ടല്ലേ ഭൂമി, എന്നിട്ടല്ലേ ഒരു പഞ്ചായത്ത്. ലാ യംലികൂന മിൻ ഖുത്മീർ, ഒരു ഈത്തപ്പന കുരുവിന്റെ പാട പോലും ഇവരാരും അധീനമാക്കുകയില്ലെന്ന വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം കേൾക്കുമ്പോൾ, അത് പഠിക്കുമ്പോൾ, അതുവരെ മലക്തു ബിലാദല്ല പാടി നടന്നവൻ അവൻ സലഫിയാകുന്നു, മുജാഹിദാകുന്നു, തൗഹീദിന്റെ പ്രഘോഷണം നടത്തുന്നു, തൗഹീദിന് വേണ്ടി ജീവിക്കുന്നു, തൗഹീദിൽ മരിക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ തന്നെയാ കെ മൗലവി മാറിയത്, ഇങ്ങനെ തന്നെയാ MCC സഹോദരങ്ങൾ മാറിയത്, ഇങ്ങനെ തന്നെയാണ് ഓരോരുത്തരും ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്, ഈ ആദർശത്തിലേക്ക് കടന്നു വന്നത്. അവര് പഠിച്ച കിതാബുകളുണ്ട്. സ്വാഭാവികമായി കെ മൗലവി തുഹ്ഫ പഠിച്ച ആളാ. ആ തുഹ്ഫയിലുള്ള നിയമങ്ങൾ അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ വരാം. അദ്ദേഹം പഴയ കാലഘട്ടത്തിൽ മാലയും മൗലിദും നബിദിനൊക്കെ കൊണ്ടു നടന്ന ആളാ. പിന്നെ അദ്ദേഹം മനസ്സിലാക്കുന്നു ഇത് അനധികൃതമാണ്, ഇത് തെളിവില്ലാത്തതാണ്, ഇതിന് ബലമില്ലാത്തതാണ്. അദ്ദേഹം അതിനെതിരെ സംസാരിച്ച് തെളിവുകളുമായി രംഗത്ത് വരുന്നു. മറച്ചു വെക്കുന്നില്ല, ഇതാ പഴയ ആശയത്തിൽ പെട്ടുപോയല്ലോ, ഇനി അങ്ങനെ തന്നെ പോകണമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നില്ല. അദ്ദേഹം മാറുകയാണ്, പരിവർത്തിപ്പിക്കപ്പെടുകയാണ്, മാറ്റം വരികയാണ്. മനസ്സിലാക്കണം, ഇതിനെ പ്രോത്സാഹിപ്പിക്കല്ല വേണ്ടത്, ഇനി മാറ്റം വരാൻ പാടില്ല എന്നാണോ? ഒരു കാര്യം അതിങ്ങനെ പറഞ്ഞാൽ അത് തെറ്റാണെങ്കിലും സ്വീകരിക്കണം എന്നാണോ? എങ്കിൽ നിങ്ങൾക്കൊരു ഫത്വ ഞാൻ വായിച്ചു തരാം. ഇത് നിങ്ങൾ സൗകര്യം പോലെ മറുപടി പറഞ്ഞാൽ മതി. എന്താണ് സൗകര്യം പോലെ മറുപടി പറയേണ്ട കാര്യം അറിയോ? എന്റെ കയ്യിലുള്ളത് സമസ്ത 90-ാം വാർഷിക സ്മാരക ഗ്രന്ഥമാണ്. 90-ാം വാർഷികത്തിന്റെ സ്മാരക ഗ്രന്ഥത്തിന്റെ ഇതിന്റെ 186-ാമത്തെ പേജിൽ ഒരു സംഗതി പറയുന്നത് കാണാൻ സാധിക്കും. എന്താണിത്? ഇത് അവർ ഔദ്യോഗികമായി അവരുടെ സമ്മേളനം പ്രമാണിച്ച് ഇറക്കിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ പറയുന്നത് കേട്ടോളൂ, എന്താണെന്നറിയോ? സ്ത്രീധനം ബ്രാക്കറ്റിൽ
കാശ് പണം വാങ്ങൽ സംബന്ധിച്ച് ഓർക്കാട്ടേരിക്കാരുടെ ചോദ്യത്തിന് അത് ശറഅ് വിരോധിച്ചിട്ടില്ലെന്ന് മറുപടി കൊടുക്കാൻ ജോയിന്റ് സെക്രട്ടറിയെ അധികാരപ്പെടുത്തി. 1963 സെപ്റ്റംബർ 21 വൈസ് പ്രസിഡന്റ് കെ സദഖത്തുള്ള മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന മുശാവറ യോഗ തീരുമാനം മനസ്സിലാക്കണം. അപ്പൊ മുശാവറ യോഗ തീരുമാനമാണെന്ത്? സ്ത്രീധനം, അത് ബ്രാക്കറ്റിൽ കാശ് പണം വാങ്ങൽ, സ്ത്രീധനം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ബ്രാക്കറ്റിൽ കാശ് പണം വാങ്ങൽ സംബന്ധിച്ച് അത് ശറഇൽ വിരോധിച്ചിട്ടില്ലെന്ന് മറുപടി കൊടുത്തു സമസ്ത. നിശ്ചയിക്കോ? ഞാൻ ചോദിക്കട്ടെ, ഈ നിയമമാണോ ഇപ്പോഴും നിയമം? നിങ്ങളൊന്ന് മറുപടി പറഞ്ഞത് കേൾക്കട്ടെ. നിങ്ങൾ മറുപടി പറയൂ, കേൾക്കട്ടെ. ഈ നിയമമാണോ, ശറഇന്റെ നിയമമാണോ ഇപ്പോഴും നിങ്ങളുടെ നിയമം? ഒന്ന് പറയൂ. നിങ്ങൾ 90-ാം വാർഷികത്തിൽ എഴുതിയതല്ലേ, 2016 പുറത്തുവിട്ടതല്ലേ? എന്താ പറഞ്ഞത്? സ്ത്രീധനം. മനസ്സിലായില്ലെങ്കിൽ ബ്രാക്കറ്റിൽ കാശ് പണം വാങ്ങൽ, അത് ശറഅ് വിരോധിച്ചിട്ടില്ല എന്ന് സമസ്ത ഫത്വ കൊടുക്കുന്നു. അപ്പൊ സ്ത്രീധനം എന്താണ്? ശറഅ് വിരോധിച്ചിട്ടില്ലാത്ത ശറഇലുള്ള കാര്യമാണ് എന്ന് സമസ്ത 90-ാം വാർഷിക പതിപ്പിൽ രേഖപ്പെടുത്തി. ഞങ്ങൾ ചോദിക്കുന്നു, ഇതാണോ ഇന്നും നിങ്ങളുടെ നിയമം? ഇതാണോ ഇന്നും നിങ്ങളുടെ നിയമം? നിങ്ങൾക്ക് മറുപടി പറയാൻ മുട്ടി നിൽക്കല്ലേ. നിങ്ങളൊന്ന് മറുപടി പറയൂ. ഇത് തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ നിയമം എന്ന് നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ. അതല്ലെങ്കിൽ ഇതല്ല ഇപ്പോൾ ഞങ്ങളുടെ നിയമം. ഈ രണ്ടിലൊന്ന് മറുപടി പറയൂ. എന്നിട്ട് ബാക്കി പറഞ്ഞുതരാം. അപ്പോ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നൊരു ദീനുണ്ട്. ആ ദീൻ വിലപ്പെട്ട ദീനാണ്. നമുക്ക് ഒരിക്കലും കളിച്ചു മാറ്റാൻ കഴിയുന്നതല്ല, നിസ്സാരമായി കാണാൻ കഴിയുന്നതല്ല. നേരെ മറിച്ച് നമുക്കറിയാം, നമ്മുടെ മുമ്പേ ഒരുപാട് മഹാത്മാക്കൾ കഴിഞ്ഞുപോയി, മുഹദ്ദിസുകളായ ആളുകൾ കഴിഞ്ഞുപോയി. അതുപോലെ തന്നെ റിജാലിന്റെ വളരെ സങ്കീർണമായ മേഖലകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതിയ സനദുകൾ ഓരോന്നും പരിശോധിച്ച് ഹദീസിന്റെ സനദുകൾ വളരെ സങ്കീർണമായ ഇടങ്ങളിലൂടെ സഞ്ചരിച്ച് ക്ലിയർ ചെയ്ത് അത് ശാസ്ത്രീയമായി അവതരിപ്പിച്ചു തന്നവർ കഴിഞ്ഞുപോയി. വിശുദ്ധ ഖുർആനിനെ തഫ്സീർ എഴുതിയ മുഫസ്സിറുകളായ പ്രഗത്ഭരായ ആളുകൾ കഴിഞ്ഞുപോയി. ഈ കഴിഞ്ഞുപോയ ഇന്നലകളിൽ അള്ളാഹുവിന്റെ ദീനിന് ഇൽമിയായ സംഭാവനകൾ ചെയ്ത മുഴുവൻ ആളുകളും അതത് കാലഘട്ടത്തിൽ ഇന്നിവിടെ സമസ്ത കടന്നു വന്നതുപോലെ, അതുപോലെ തന്നെ ഹദീസ് നിഷേധികളായി, അതേ മോഡേണിസ്റ്റുവാദികളായി കടന്നു വരുന്ന ചില ആളുകൾ ഇപ്പോഴുണ്ടല്ലോ. പുതിയ ഉൾസാര വ്യാഖ്യാന തഫ്സീറുകളുമായി കടന്നു വരുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകളൊക്കെ കടന്നു വന്നപ്പോ അതത് കാലഘട്ടങ്ങളിൽ നമുക്കറിയാം ഓരോ പണ്ഡിതന്മാരും രംഗത്ത് വന്നുകൊണ്ട് ഈ പിഴച്ച വിശ്വാസങ്ങൾക്കെതിരെ, ഈ കുഫ്റുകൾക്കെതിരെ, ഈ ബിദ്അത്തുകൾക്കെതിരെ സംവദിക്കുകയും അവർ അധ്വാനിക്കുകയും അവർ ഗ്രന്ഥങ്ങൾ എഴുതുകയും അങ്ങനെ വിശുദ്ധ ഇസ്ലാമിന്റെ തെളിമയാർന്ന ആദർശത്തെ ഇവിടെ നിലനിർത്തിപ്പോരുകയുമാണ് ചെയ്തതെങ്കിൽ ഇന്നും നമ്മുടെ ബാധ്യത അതുതന്നെയാണ്. നമ്മുടെ മേൽ ബാധ്യതയുള്ളത് അതുതന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കിയൊരു മതം, റബ്ബ് പൂർണ്ണമാക്കിയൊരു മതം നമുക്ക് റബ്ബ് തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നു. അവന്റെ ആ പ്രവാചകൻ ആ നുബുവത്ത് പൂർത്തിയാക്കി, റിസാലത്ത് പൂർത്തിയാക്കി കടന്നുപോയി. ഇനി ഒരു പ്രവാചകൻ വരാനില്ല, ഇനി ഒരു നബി വരാനില്ല. അതുകൊണ്ട് ആ ഖുർആൻ പറഞ്ഞത് അൽയൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. നിങ്ങൾക്ക് തൃപ്തിയായ മതം, തൃപ്തിപ്പെട്ടു തന്ന മതം, അതാണ് അല്ലാഹുവിന്റെ ദീനാണിത്. ഇതിൽ കൂട്ടാനില്ല, കുറക്കാനില്ല. നബി ചെയ്തത് ചെയ്യും, നബി ചെയ്യാത്തത് ഉപേക്ഷിക്കും. അതുകൊണ്ട് തന്നെ ആ റബീഉൽ അവ്വൽ വരുമ്പോ ഒരിക്കലും മുജാഹിദികളായ ആളുകൾ ആ റബീഉൽ അവ്വൽ മാസത്തിൽ ചാടി ഇറങ്ങിയിട്ട് ഹറാമായ ദീൻ നിഷിദ്ധമാക്കിയ, ദീൻ വിരോധിച്ച ഒരു സംഗതികളിൽ ഏർപ്പെടാതെ മറ്റു മാസങ്ങളിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത് എങ്ങനെയോ അതുപോലെ തന്നെ റബീഉൽ അവ്വൽ മാസത്തിലും പ്രവാചകനെ സ്നേഹിച്ചും ആദരിച്ചും ബഹുമാനിച്ചും പ്രവാചകനെ ഇത്തിബാ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. എന്തേ അങ്ങനെ ഒരു മാർഗം സ്വീകരിച്ചത്? നമുക്കൊരു നിലപാടുണ്ട്. ആ നിലപാട് പ്രവാചകൻ പഠിപ്പിച്ച നിലപാടാണ്, ഇമാമിങ്ങൾ പഠിപ്പിച്ച നിലപാടാണ്. നമുക്കറിയാം വിശുദ്ധമായ കഅബാലയം, ആ കഅബാലയത്തിൽ തൊട്ടുമുട്ടേണ്ട ഭാഗം എവിടെയാണ്? അവിടെ തൊട്ടുമുത്തേണ്ടതില്ലാത്ത ഭാഗം എവിടെയാണ്? ശാമയിനി എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങളും അവിടെ ഒരിക്കലും തടവേണ്ടതില്ല, തൊട്ടുമുട്ടേണ്ടതില്ല എന്ന്
ഒരു സംശയം മുത്തേണ്ടതില്ല എന്നൊരു വാദം വരികയും ചില ആളുകൾ സംശയം ഉദ്ധരിക്കുകയും ചെയ്തു. അപ്പൊ ചില ആളുകൾ പറഞ്ഞു, ലൈസ ഫിൽ ബൈത്തി ശൈഉം മഹ്ജൂർ, അല്ലാഹുവിന്റെ കഅബാലയമാണിത്, അള്ളാന്റെ വീടാണിത്, ഈ വീട്ടിൽ ഒരിക്കലും ഉപേക്ഷിക്കേണ്ടതൊന്നുമില്ല, വെറുതെ വിടേണ്ടതൊന്നുമില്ല, എവിടെയും തടവാം, എവിടെയും മുത്താം എന്ന് പറയുന്ന ഒരു വാദമുണ്ടായി കഴിഞ്ഞപ്പോ അതേ മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞ വാചകം, ലൈസ ശൈഉം മിനൽ ബൈത്തി മഹ്ജൂറാ, അല്ലാഹുവിന്റെ ഈ ഭവനത്തിൽ ഉപേക്ഷിക്കപ്പെടേണ്ടതൊന്നുമില്ല എന്നത് ശരി തന്നെയാണ്. എല്ലാം പരിശുദ്ധമാണ്, ശരി തന്നെയാണ്. ബിഅന്നാ ലം നദ ഇസ്തിലാമഹാ ഹജറാ അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ തൊട്ടുമുട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട്, ബാക്കിയുള്ള ഇടങ്ങളിൽ രണ്ട് മൂലകളിൽ തൊട്ടുമുട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് അത് ബൈത്തിനെ, ഈ പരിശുദ്ധമായ കഅബാലയത്തെ ഹജ്ർ ചെയ്യുകയല്ല, അവഗണിക്കുകയല്ല. നേരെ മറിച്ച് നമ്മളതിനെ തവാഫ് ചെയ്യുന്നുണ്ടല്ലോ, ആ നിലക്ക് എങ്ങനെയാണ് കഅബാലയത്തെ ഉപേക്ഷിക്കാൻ കഴിയുക, അതിനെ ഹജ്ർ ചെയ്യാൻ സാധിക്കുക? ഒരിക്കലും സാധ്യമല്ലല്ലോ. നമ്മൾ ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് ചെയ്യുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപേക്ഷിച്ചത് ഉപേക്ഷിക്കുക എന്നുള്ളതാ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നബി ചെയ്തത് ചെയ്യുക, നമ്മൾ മതത്തിൽ കൈകടത്താതിരിക്കുക. നമ്മൾ അത് ശരിയല്ലയോ, ഇത് നല്ലതല്ലയോ, ഇത് ഗുണപ്രദമല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് അത് നമ്മുടേതായ ഒരു ആചാരമായി കൊണ്ടുവരാതിരിക്കുക. നേരെ മറിച്ച് നമ്മൾ ചെയ്യേണ്ടത്, നബി ഒരു കാര്യം ചെയ്തോ അത് നമ്മൾ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം ഉപേക്ഷിച്ചിട്ടുണ്ടോ അത് ഉപേക്ഷിക്കും. അങ്ങനെ കണിശമായി അള്ളാഹുവിന്റെ ദീൻ അതെങ്ങനെയാണോ പരിപാലിക്കേണ്ടത് അതിന്റെ മുറപ്രകാരം പരിപാലിക്കുകയും അതിനെതിരായി വരുന്ന ഏത് നിലപാടുകളുണ്ടോ, ഏത് പിഴച്ചവാദങ്ങളുണ്ടോ അതിന് സമൂഹ മധ്യത്തിൽ തുറന്നുകാട്ടി അള്ളാഹുവിന്റെ ദീൻ അതിന്റെ പ്രചരണവും അതിന്റെ പ്രസരണവും അതിന്റെ തനതായ ശൈലിയിൽ നിലനിർത്തിക്കൊണ്ടുപോകാൻ അധ്വാനിക്കുന്ന, പരിശ്രമിക്കുന്ന ഒരു സംഘമാണ് മുജാഹിദ് പ്രസ്ഥാനം, അല്ലെങ്കിൽ ഈ സംഘം എന്നുള്ളത് തിരിച്ചറിയണം. ഇതിന്റെ ഇന്നലകളിൽ കഴിഞ്ഞുപോയ നേതാക്കൾ മനോഹരമായി ഇത് നിർവഹിച്ചു, അവരുടെ ദൗത്യം വിജയിച്ചു, അവരുടെ വിഷൻ ഈ സമൂഹത്തിൽ സമർപ്പിച്ചു. ഇന്ന് അന്നതിനെ എതിർത്തവർ പോലും അവരുടെ വഴിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ മാറ്റം അവരുകൂടി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നേരെ മറിച്ച് അന്ന് നമ്മുടെ പണ്ഡിതന്മാർ ഇവരെ പ്രതിരോധിക്കാതെ ഇവരെ അഴിച്ചുവിട്ടിരുന്നെങ്കിൽ നമുക്കറിയാം ഒരു ഇരുണ്ട കേരളം ഇന്നും ഇവിടെ ബാക്കിയാകുമായിരുന്നു. നേരെ മറിച്ച് ആരൊക്കെ എതിർത്താലും ആരൊക്കെ ആക്ഷേപിച്ചാലും അന്ന് നമ്മുടെ നേതാക്കൾ നടത്തിയ പോരാട്ടം, ആ പോരാട്ടം എന്ന് പറഞ്ഞാൽ ചെറിയ പോരാട്ടമല്ല. നേരെ മറിച്ച് വെട്ടം അബ്ദുള്ള ഹാജി, അദ്ദേഹത്തിന്റെ ചരിത്രം പറയുമ്പോൾ കാണാം, അദ്ദേഹം അരീക്കോട് പോലെയുള്ള പ്രദേശങ്ങളിൽ, എടവണ്ണ പോലെയുള്ള പ്രദേശങ്ങളിൽ വന്ന് വഅദ് പറഞ്ഞിട്ട് അദ്ദേഹം രാത്രിയിൽ ചാലിയാർ പുഴയിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയൊരു കഥ പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ കാലിൽ ഒരു മുറിവുണ്ടായിരുന്നു. അപ്പൊ മീൻ ഇങ്ങനെ വന്ന് കൊത്തുകയാണ് കാലിൽ. അപ്പോ അദ്ദേഹം പറഞ്ഞൊരു വാചകം, കരയിലും ലാലി മീങ്ങളാണ്, ചാലിയാറിലും ലാലി മീങ്ങളാണ്. മനസ്സിലാക്കണം, രണ്ടും കൊത്തുകയാണ്, കരയിലും കൊത്തുകയാണ്, ഇവിടെ ഇറങ്ങിയിട്ടും കൊത്തുകയാണ്. ആ രൂപത്തിൽ അവരുടെ ജീവിതത്തിൽ നിരന്തരമായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടും അവർ നിരന്തരമായി സമൂഹത്തെ ബോധവൽക്കരിച്ചതിന്റെ ഭാഗമായി കൊണ്ടാണ് ഇന്ന് നമുക്കറിയാം വളരെയധികം ഉയർന്ന് ചിന്തിക്കുന്ന, ഒരുപാട് പുരോഗതിയുള്ള ഒരു സമൂഹത്തെ ഇവിടെ നിലനിർത്തുവാൻ നമുക്ക് സാധിച്ചതെങ്കിൽ അവരുടെ ദൗത്യം, അവർ നിർവഹിച്ച അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖായി പറയാൻ, ആ ദീൻ വളരെ കൃത്യമായി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ, അതിനുവേണ്ടി ഏതുതരം പ്രയാസങ്ങളായിരുന്നാലും അതെല്ലാം ക്ഷമയോടെ സഹിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.